വയനാട് ദുരന്തത്തിൽ സർക്കാർ കോടതിയിൽ കൊടുത്തൊരു കണക്ക് പുറത്തു വന്ന കണക്കിനെ ചൊല്ലി വിവാദം കണ്ടൊരു വാർത്താ ദിനമാണ്. മൃതദേഹം സംസ്കരിക്കുന്നതിലും സന്നദ്ധ പ്രവർത്തകർക്ക് വേണ്ടി ചെലവാക്കിയ തുകയിലുമൊക്കെ വല്ലാത്ത കണക്കാണെന്നാണ് വിമർശനം. കള്ളക്കണക്കെന്ന് ലീഗ് പറയുന്നു, കൊള്ളയെന്ന് പറയുന്നു BJP. എന്നാൽ അത് ചെലവാക്കിയ തുകയല്ലെന്നും പ്രതീക്ഷിത ചെലവ് കാണിച്ച് സമർപ്പിച്ച മെമ്മോറാണ്ടം നിവേദനമാണെന്നും മറുപടി പറയുന്നു സർക്കാർ. രണ്ടു വാദങ്ങളിൽ ഏതാണ് സത്യം? പ്രിയ പ്രേക്ഷകർക്ക് എൻകൗണ്ടർ പ്രൈമിലേക്ക് സ്വാഗതം. അഡ്വക്കേറ്റ് കെ അനിൽകുമാർ, ശ്രീ PK ഫിറോസ്, ശ്രീ സന്ദീപ് വാര്യർ, ശ്രീ ഫഹദ് മർസൂഖ്, ദുരന്ത നിവാരണ അതോറിറ്റി അംഗം എന്നിവർ ചർച്ചയിൽ ചേരുകയാണ്. ഞാൻ ആദ്യം രാഷ്ട്രീയ പ്രതികരണങ്ങളിലേക്ക് പോകും മുമ്പ് ഞാൻ ഫഹദിലേക്കൊന്ന് പോവുകയാണ്. ഫഹദ്, ഈ ബാക്കിയല്ല ഇപ്പോൾ ഇത് 17 ഓഗസ്റ്റിൽ സമർപ്പിച്ച മെമ്മോറാണ്ടമാണ് എന്ന് ഈ കോടതി ഉത്തരവിൽ നിന്ന് വളരെ വ്യക്തമാണ്. അത് ദുരന്തത്തിന് നടുക്ക് നിൽക്കുമ്പോഴാണ് എന്നത് വളരെ വ്യക്തമാണ്. ഈ കൊടുത്ത കണക്കുകൾ മെമ്മോറാണ്ടമാണ്, അല്ലെങ്കിൽ അത് പ്രതീക്ഷിത കണക്കാണ് എന്നൊക്കെ പറയുന്ന ചർച്ച. പക്ഷേ ഒരൊറ്റ കണക്ക് എന്ന് പറഞ്ഞാൽ അതിൽ 2/12 പറഞ്ഞ ഡിസ്പോസൽ ഓഫ് ഡെഡ് ബോഡീസ് എന്ന് പറഞ്ഞാൽ ബറിയിങ് ഓഫ് 359 ബോഡീസ് അറ്റ് 75,000 പെർ ബോഡി, മൊത്തം 2,76,75,000 രൂപ ബ്രാക്കറ്റിൽ ആക്ച്വൽസ് എന്ന് പറയുന്ന കണക്ക് എന്താണ് ഫഹദ്? യഥാർത്ഥത്തിൽ താങ്കൾ സൂചിപ്പിച്ച പോലെ ഇത് കേന്ദ്ര സർക്കാരിന് മുന്നിൽ സംസ്ഥാന സർക്കാർ സമർപ്പിച്ചിട്ടുള്ള മെമ്മോറാണ്ടമാണ്. ഈ മെമ്മോറാണ്ടം എന്ന് പറയുന്നത് നമുക്ക് അധികമായി നമ്മുടെ SDRFിലേക്ക് നമുക്ക് അധികമായിട്ട് ധനസഹായം അഭ്യർത്ഥിച്ചുകൊണ്ട് കേന്ദ്ര സർക്കാരിന് സംസ്ഥാന സർക്കാർ തയ്യാറാക്കി നൽകിയിട്ടുള്ള മെമ്മോറാണ്ടമാണ്. ബഹുമാനപ്പെട്ട കോടതി അത് സമർപ്പിക്കാൻ ആവശ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ കോടതിക്ക് മുമ്പാകെ സമർപ്പിച്ച രേഖയാണ് ഇന്ന് നിങ്ങൾ എല്ലാവരും ചർച്ച ചെയ്തത്. സ്വാഭാവികമായിട്ടും അങ്ങനെ ഈ താങ്കൾ സൂചിപ്പിച്ച പോലെ ഓഗസ്റ്റ് 17-ാം തീയതി ദുരന്തത്തിൻ്റെ രക്ഷാപ്രവർത്തനത്തിൻ്റെ ഒരു ഘട്ടത്തിൽ അങ്ങനൊരു ഡോക്യുമെൻ്റ് അല്ലെങ്കിൽ അങ്ങനെ ഒരു മെമ്മോറാണ്ടം ഉണ്ടാക്കുമ്പോൾ, ഈ ഒരു മെമ്മോറാണ്ടം അല്ല, ലോകത്തെല്ലായിടത്തും ദുരന്തഘട്ടത്തിൽ ഇത്തരത്തിലുള്ള മെമ്മോറാണ്ടം ഉണ്ടാക്കുമ്പോൾ സ്വീകരിച്ചു വരുന്നൊരു രീതിയുണ്ട്. ആ രീതി എന്ന് പറയുന്നത് ചില പ്രൊജക്ഷൻസ് നമ്മൾ ചെയ്യേണ്ടി വരും. കാരണം അപ്പോൾ രക്ഷാപ്രവർത്തനം നടന്നുകൊണ്ടിരിക്കുകയാണ്. ആ രക്ഷാപ്രവർത്തനത്തിന് ചിലവാകുന്ന തുക എത്രയാണെന്ന് ബില്ല് സമർപ്പിച്ചതിന് ശേഷം ബാക്കി രക്ഷാപ്രവർത്തനം നടത്തിയാൽ മതിയെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അപ്പോൾ ആ ഘട്ടത്തിൽ തീർച്ചയായിട്ടും എയർഫോഴ്സും മറ്റും പല കേന്ദ്ര സർക്കാരിൻ്റെ വിവിധ ഏജൻസികൾ, സംസ്ഥാന സർക്കാരിൻ്റെ വിവിധ ഏജൻസികൾ, വോളണ്ടിയേഴ്സ്, അങ്ങനെ പലതരത്തിലുള്ള ഏജൻസികളുടെ നേതൃത്വത്തിലുള്ള രക്ഷാപ്രവർത്തനം നടന്നു വരുന്നു. അതിൻ്റെ കൂടാതെ നമ്മുടെ പുനർനിർമ്മാണ പ്രവർത്തനങ്ങൾ നമ്മൾ ജസ്റ്റ് ആരംഭിക്കുക മാത്രമാണ് ആ സമയത്ത് ചെയ്തിരുന്നത്. അല്ലെങ്കിൽ പുനരധിവാസ പ്രവർത്തനങ്ങൾ, ആളുകളെ ക്യാമ്പിൽ നിൽക്കുന്നൊരു ഘട്ടമാണ്. അപ്പോൾ ഇത് എത്ര ദിവസം മുന്നോട്ട് പോകുമെന്നുള്ള ഒരു കൃത്യമായ കണക്കൊന്നും ആ സമയത്ത് അല്ലെങ്കിൽ കൃത്യമായി നമുക്ക് പറയാൻ പറ്റുന്നൊരു ഘട്ടമല്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾ പരമാവധി എത്ര വരെയാണോ പോകാൻ സാധ്യതയുള്ളത് ആ ഘട്ടം വരെ നമുക്ക് എത്രത്തോളം നമ്മൾ ചെലവ് പ്രതീക്ഷിക്കുന്നുണ്ട്, ആ പ്രതീക്ഷിക്കുന്ന ചെലവ് കേന്ദ്ര സർക്കാരിനോട് അധികമായി നമുക്ക് ആവശ്യമുണ്ട്, നമുക്ക് ഇങ്ങനത്തെ ധനസഹായം ആവശ്യമുണ്ട് എന്ന് പറഞ്ഞു കൊടുക്കുമ്പോൾ അതിനകത്ത് ഉൾപ്പെടുത്തേണ്ടതുണ്ട് എന്നുള്ളത് കൊണ്ടാണ് ഈ ഒരു കാര്യം ഉൾപ്പെടുത്തിയത്. ഇതിനകത്ത് ഈ ആക്ച്വൽ എന്നുള്ള വാക്ക് എങ്ങനെ വരുന്നു എന്ന് വെച്ചാൽ, ഇതെല്ലാം ഈ പണം മുഴുവൻ നമ്മൾ ചെലവഴിക്കുക SDRF നോംസ് അനുസരിച്ചാണ്. സ്റ്റേറ്റ് ഡിസാസ്റ്റർ റിലീഫ് അല്ല ഫഹദ്, SDRF നോംസ് അനുസരിച്ച് ഒരു മൃതദേഹം സംസ്കരിക്കാൻ 75,000 രൂപ വരെയാണോ അല്ല ഞാൻ ചോദിക്കുന്നത്? SDRF നോംസ് അനുസരിച്ച് ഒരു മൃതദേഹം സംസ്കരിക്കാൻ 75,000 രൂപ വരെ ചെലവാക്കാൻ ക്ലെയിം ചെയ്യാൻ പറ്റും എന്നതാണോ? അങ്ങനെയല്ല. അതിലേക്കാണ് ഞാൻ വരാൻ ഉദ്ദേശിച്ചിരുന്നത്. SDRF നോംസ് നിങ്ങൾ വായിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. അതിനകത്ത് 2 തരത്തിൽ ചെലവാക്കലുകൾക്കുള്ള അനുമതിയുണ്ട്. അത് ഒന്ന്, കൃത്യമായി മുൻകൂട്ടി നിശ്ചയിച്ചിട്ടുള്ള ഒരു ലിമിറ്റ്. ഇപ്പോൾ ഒരു വീട് പുനർനിർമ്മിക്കാൻ വേണ്ടി കേന്ദ്ര സർക്കാർ നിശ്ചയിച്ചിട്ടുള്ളത് 1,30,000 രൂപയാണ് മലയോര മേഖലയിൽ ഒരു വീട് പുനർനിർമ്മിക്കാൻ വേണ്ടി നമുക്ക് SDRFിൽ നിന്ന് അനുവദിക്കാൻ പറ്റുക. അത് മാക്സിമം ലിമിറ്റാണ്. ആ ലിമിറ്റ് ഓൾറെഡി ഡിഫൈൻഡ് ആണ്. 1 കിലോമീറ്റർ റോഡിന് 1,00,000 രൂപയാണ് പ്ലെയിനിൽ നമുക്ക് അനുവദിക്കുക. അതൊരു അപ്പർ ലിമിറ്റ് നിശ്ചയിച്ചിട്ടുള്ളതാണ്. എന്നാൽ അങ്ങനെയല്ലാത്ത ഇപ്പോൾ രക്ഷാപ്രവർത്തനം പോലെയുള്ള കാര്യങ്ങൾക്ക്, അതുപോലെ ഈ ബോഡി റിമൈൻസ് സംസ്കരിക്കുന്നതിന്, അതുപോലെ ഈ ദുരന്തത്തിൻ്റെ അവശിഷ്ടങ്ങൾ നീക്കം ചെയ്യുന്നത്, അങ്ങനെയുള്ള ചില കാര്യങ്ങൾക്ക് വേണ്ടി എത്രയാണോ നമ്മുടെ കയ്യിൽ നിന്ന് ചിലവായിട്ടുള്ള തുക, ആ ചിലവായിട്ടുള്ള അല്ലെങ്കിൽ നമ്മൾ ചിലവ് പ്രതീക്ഷിക്കുന്ന തുക എത്രയാണോ ആ മുഴുവൻ തുകയും നമുക്ക് ഈ SDRFിലെ അല്ലെങ്കിൽ നമ്മുടെ മെമ്മോറാണ്ടത്തിൻ്റെ ഭാഗമായിട്ട് വെക്കാൻ പറ്റും. അതുപോലെ തന്നെ നമുക്ക് SDRFിൽ നിന്ന് അടുത്ത ഘട്ടത്തിലെത്താം. സന്ദീപ് വാര്യർ, അത് വ്യക്തമായോ? സന്ദീപ് വാര്യർ, ഇത് നമ്മൾ ഈ രേഖ മൊത്തം വായിച്ചാൽ എവിടെയും ഇതിനകത്ത് ചെലവാക്കി എന്നൊരു വാക്ക് കാണാൻ കഴിയില്ല. സന്ദീപ്, ഇതിൽ എക്സ്പെൻഡിച്ചർ എന്നൊരു വാക്ക് നമുക്ക് എവിടെയും കാണാൻ കഴിയില്ല. മാത്രമല്ല എസ്റ്റിമേറ്റ് എന്ന വാക്ക് 2 കാണാൻ കഴിയും. എന്ന് പറഞ്ഞാൽ ഇത് കോടതി പറയുന്നതാണ്. അതായത് SDRF നോംസ് പ്രകാരമുള്ള എസ്റ്റിമേറ്റ് എന്ന് 2 കോടതി പറയുന്നതാണ്. ഈ ഉത്തരവ് മൊത്തം വായിച്ചാൽ നമുക്ക് മനസ്സിലാവുന്നത്, ഇത് കേന്ദ്ര സർക്കാരിൻ്റെ സമക്ഷം ഒരു ദുരന്തത്തിൻ്റെ നടുവിൽ നമുക്ക് ഏതാണ് ചിലവിനെക്കുറിച്ചൊരു പിടിയുമില്ലാത്ത സമയത്ത് നമ്മൾ പ്രതീക്ഷിക്കുന്ന തുകയെക്കുറിച്ച് നമുക്ക് ആ സമയത്ത് പറയാൻ കഴിയുന്ന ഒരു കണക്ക് 17/7/2024 കൊടുക്കുന്ന ഒരു കണക്കാണ്. അതിനെ കൈയിട്ട് വാരി കൊള്ള
പരമാവധി ഉന്നയിക്കാവുന്ന ആരോപണം പെരുപ്പിച്ച് കാട്ടിയെന്നതിനപ്പുറം കൊള്ള എന്ന് പറയാമോ ശ്രീ സന്ദീപ് വാര്യർ? ഇന്ന് രാവിലെ 24 ന്യൂസിൽ ശ്രീകണ്ഠൻ നായർ സാറാണ് ഈ വാർത്ത വായിക്കുന്നത് ഞാൻ കണ്ടത്. അദ്ദേഹം വായിച്ച വാർത്തയാണ് ഞാൻ ആദ്യമായിട്ട് ഇതുമായി ബന്ധപ്പെട്ട് കാണുന്നത്. അതിൽ അദ്ദേഹം കൃത്യമായി പറഞ്ഞത് ഇതെല്ലാം ചിലവാക്കിയ തുകയാണ് എന്നുള്ളതാണ് ശ്രീകണ്ഠൻ നായർ സാർ രാവിലെ വാർത്തയിൽ പറഞ്ഞിരുന്നത്. നിങ്ങൾ റിപ്പോർട്ടറും അപ്രകാരമാണ് റിപ്പോർട്ട് ചെയ്ത് അതിൻ്റെ അടിസ്ഥാനത്തിലാണ് കേരളത്തിലുടനീളം ഇതുമായി ബന്ധപ്പെട്ട ചർച്ചകളൊക്കെ തുടങ്ങിയിട്ടുള്ളതല്ലോ. നിങ്ങളാണല്ലോ അത് പുറത്തുവിട്ടത്. ഇവിടെ ദുരന്ത നിവാരണ സമിതിയുടെ ഉദ്യോഗസ്ഥൻ അതിൽ പങ്കാളിയായിട്ടുള്ള വ്യക്തി ഇവിടെ നേരത്തെ പറഞ്ഞത് ഞാൻ കേട്ടു. അവിടെ പല കാര്യങ്ങളും അവ്യക്തമാണ്. അതാണ് പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് പറയുന്നത്. ഇവിടെ നിങ്ങൾ കൊടുത്ത കണക്ക് പെരുപ്പിച്ച് കാണിച്ചതാണോ കൊള്ള നടത്തിയതാണോ എന്നതൊന്നും അതൊന്നുമല്ല പ്രശ്നം. ഈ കൊടുത്ത കണക്ക് പെരുപ്പിച്ച് കാണിച്ചാണെങ്കിൽ പോലും ഇപ്പോൾ കേന്ദ്ര സർക്കാർ കൊടുക്കുന്ന പണമാണെങ്കിലും കേരളം കൊടുക്കുന്ന പണമാണെങ്കിലും ഞാനും ഹഷ്മിയും അടക്കമുള്ള ഈ നാട്ടിലെ സാധാരണക്കാരുടെ ടാക്സ് പേയേഴ്സിൻ്റെ പണമാണല്ലോ കൊടുക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും അത് ഏത് ഖജാന്ന് എടുത്തതായാലും നാടിൻ്റെ പൊതു സ്വത്തായിട്ടുള്ള പണം ക്ലെയിം ചെയ്യുന്ന സമയത്ത് അത് വസ്തുതകൾക്ക് ആവണ്ടേ. ഇവർ എസ്റ്റിമേറ്റ് ആണ് കൊടുക്കുന്നത് പറഞ്ഞു. അപ്പോൾ ആ എസ്റ്റിമേറ്റും അതിൻ്റെ യഥാർത്ഥ കണക്കും തമ്മിൽ പൊരുത്തം വേണ്ടേ? ഇപ്പോൾ ഉദാഹരണത്തിന് നോക്കൂ അശ്മി, ഇതിൽ പറഞ്ഞിരിക്കുന്ന ഒരു കണക്ക് എനിക്ക് മനസ്സിലാവാത്തത് വെഹിക്കിൾസ് യൂസ്ഡ് ഫോർ ഇവാക്വേഷൻ, അത് ആക്ച്വൽ ആണ് കേട്ടോ. കാരണം ഈ കണക്ക് കൊടുക്കുന്ന 19-ാം തീയതിയാണ്. ഈ ഇവാക്വേഷനൊക്കെ എത്രയോ ദിവസം മുമ്പ് കഴിഞ്ഞു നിങ്ങൾ ആലോചിക്കണം. മാത്രമല്ല ഇവാക്വേഷന് വേണ്ടി ഉപയോഗിച്ച വാഹനങ്ങൾ മുഴുവൻ ഏകദേശം 90% വാഹനങ്ങളും ഏത് വാഹനങ്ങളായിരുന്നു? ഈ നാട്ടിലെ സാധാരണക്കാരായ ജനങ്ങൾ അവരുടെ പോക്കറ്റിൽ നിന്ന് എണ്ണയടിച്ച് കൊണ്ടുവന്നിട്ടുള്ള 100 കണക്കിന് ആംബുലൻസുകൾ, ഓഫ് റോഡ് ഡ്രൈവേഴ്സ്. അശ്മി കണ്ടതാണല്ലോ, അശ്മി അവിടെ ഉണ്ടായിരുന്നു, ഞാൻ അവിടെ ഉണ്ടായിരുന്നു. ഓഫ് റോഡ് ഡ്രൈവേഴ്സ് അടക്കമുള്ളവർ ഈ നാട്ടിലെ സാധാരണക്കാരുടെ വാഹനങ്ങൾ, അതിലൊന്നും 10 നയാ പൈസ സർക്കാർ കൊടുത്തിട്ടില്ല. 10 നയാ പൈസ കൊടുത്തില്ല, പൂർണ്ണമായും സൗജന്യമായിരുന്നു. മാത്രം ഉപയോഗിച്ചിരിക്കുന്നത് ഉപയോഗിച്ചിരിക്കുന്നു പറയണ്ട. ഇല്ല 12 കോടി അത് കൊടുത്തിട്ടില്ല സാറേ. ആക്ച്വൽസ് പറയുന്നത് കൊടുത്തതല്ല. അതാ ഞാൻ പറയുന്നത്. അവിടെയാണ് പ്രശ്നം. ലക്ഷ്മി ദയവ് തടസ്സപ്പെടുത്തി എന്നോട് തർക്കിച്ചിട്ട് കാര്യമില്ലല്ലോ. നാളെ രാവിലെ നിങ്ങൾ ബ്രേക്ക് ചെയ്ത വാർത്തയാണല്ലോ. ഞാൻ പറഞ്ഞോട്ടെ, നിങ്ങൾ തന്നെയാണല്ലോ ഈ വാർത്ത കൊടുത്തു എന്ന് പറഞ്ഞ വാർത്ത കൊടുത്ത ആളുകൾ. അതുകൊണ്ട് ഞാൻ പറഞ്ഞോട്ടെ, നമ്മൾ ചെലവാക്കിയെന്ന് എവിടെയും പറഞ്ഞിട്ടില്ല. ഒരു സെക്കൻഡ്, നമ്മുടെ വാർത്തയിൽ അറിവുള്ള ബോധ്യം പറയൂ. രാവിലെ ശ്രീകണ്ഠൻ സാർ വായിച്ച വാർത്തയുടെ ലിങ്ക് ഞാൻ സാർ അങ്ങേക്ക് അറിവുള്ള ബോധ്യം പറയൂ. താങ്കൾക്ക് അറിവുള്ള ബോധ്യം പറയൂ. ഞാൻ പറഞ്ഞോളാം. അശ്മി, ഈ ചർച്ചയിൽ ഇപ്പൊ എന്നെ തടസ്സപ്പെടുത്തിയോണ്ട് നിങ്ങൾക്ക് എന്ത് ഗുണം കിട്ടാനാണ്? ഞാൻ സംസാരിക്കാം. പറയൂ. ഈ സമയത്ത് വേണോ? എന്നെ തർക്കിച്ച് തോൽപ്പിച്ചുകൊണ്ട് എനിക്കോ കേരളത്തിനോ ആശ്മിക്കോ ഒരു ഗുണവുമില്ല. ഇവിടെ പ്രധാനപ്പെട്ട വിഷയം എന്താ? ഈ പറയുന്നത് ആഗസ്റ്റ് മാസം 19-ാം തീയതി സംസ്ഥാന സർക്കാർ കൊടുത്ത കണക്കാണ്. അപ്പൊ ഇവാക്വേഷനൊക്കെ എത്രയോ ദിവസം മുമ്പ് നടന്നു കഴിഞ്ഞു. പിന്നീട് ഒരു എസ്റ്റിമേറ്റ് കൊടുക്കേണ്ട കാര്യമില്ല. അതായത് ഭാവിയിൽ നടക്കാനുള്ള ഒരു കാര്യത്തെക്കുറിച്ചുമല്ല. ഇനിയൊരു ഇവാക്വേഷൻ അവിടെ ഇല്ല. ഇവാക്വേഷൻ എത്രയോ ദിവസം മുമ്പ് കഴിഞ്ഞു. അതായത് ആക്ച്വലായിട്ട് വന്ന കണക്ക് എഴുതി കൊടുത്താൽ മതി. അപ്പൊ അവിടെ കൊടുത്തിരിക്കുന്ന 12 കോടി രൂപയുടെ കണക്കാണെങ്കിൽ ഇവർ കേന്ദ്രത്തിന് കൊടുത്ത് കള്ളക്കണക്കാണ് എന്നല്ലേ ഇവർ പറയുന്നത്, ഇവർ തന്നെ സമ്മതിക്കുന്നത്. ഒന്ന്. രണ്ടാമത്തെ കാര്യം, അക്കോമഡേഷൻ ഫോർ വോളണ്ടിയേഴ്സ് ആൻഡ് ട്രൂപ്സ് 15 കോടി കാണിക്കുന്നു. അവിടുത്തെ അക്കോമഡേഷൻ പൂർണ്ണമായും വോളണ്ടിയേഴ്സ് ഒന്നും അക്കോമഡേഷൻ എടുത്തിട്ടില്ല. അവിടെ വന്നിട്ടുള്ള ആയിരക്കണക്കിന് യൂത്ത് ലീഗ്, യുവമോർച്ച, DYFI, അതല്ലെങ്കിൽ മറ്റ് സന്നദ്ധ സംഘടനകൾ, ഇവരിൽപ്പെട്ട ഒരു വളണ്ടിയർ പോലും സർക്കാരിന്റെ ചെലവിൽ അവിടെ താമസിച്ചില്ലെന്ന് ആശ്മിക്കും അറിയാം, എനിക്കും അറിയാം. ഒരാളും നയാ പൈസ സർക്കാരിന് ചെലവാക്കിയിട്ടില്ല. സന്ദീപ്, ഇതിലെ പ്രശ്നം ഞാൻ പിന്നെയും പറയുന്നത് സർക്കാർ ഇക്കാര്യം പൈസ കൊടുത്തിട്ടില്ല. സ്കൂളുകളിലാണ്. പറഞ്ഞോട്ടെ സന്ദീപ് വാര്യർ, ഇക്കാര്യം രാവിലെ നമ്മുടെ വാർത്ത അല്ലെങ്കിൽ ഇതുവരെ വന്ന മാധ്യമങ്ങളുടെ വാർത്ത ഒക്കെ അവിടെ നിൽക്കട്ടെ. ഇതിൽ വ്യക്തത വരുമ്പോൾ എന്ന് പറഞ്ഞാൽ നമ്മളൊരു വാർത്ത വരുമ്പോഴേക്കും അതിൽ പൂർണ്ണ വ്യക്തത വരണമെന്നില്ലല്ലോ. അതിനുശേഷം അതിൻ്റെ വ്യക്തത വരുന്നു. അതിനുശേഷം ശേഖർ ലൂക്കോസ് കുര്യാക്കോസ് സംസാരിക്കുന്നു, മുഖ്യമന്ത്രി സംസാരിക്കുന്നു. അതിനുശേഷം ഒരിക്കൽ കൂടി ആ ഉത്തരവ് പൂർണ്ണരൂപത്തിൽ പുറത്തേക്ക് വരുന്നു. വായിച്ചു നോക്കുമ്പോൾ സർക്കാർ കൊടുത്തിട്ടില്ല, കൊടുത്തുവെങ്കിൽ അത് എക്സ്പെൻഡിച്ചർ എന്നൊരു വാക്ക് അതിൽ ഉണ്ടായിട്ടില്ല. സന്ദീപ്, അല്ല ഹഷ്മി, ഞാൻ ഇവിടെ പൂർണ്ണമായി പറയട്ടെ. ഇവിടെ സർക്കാർ കേന്ദ്രത്തിന് കൊടുത്ത കണക്ക് എന്നാണല്ലോ ഇപ്പൊ പറയുന്നത്. അങ്ങനെയാണെങ്കിൽ കേന്ദ്ര സർക്കാരിന് കൊടുത്ത കണക്ക് പൂർണ്ണമായിട്ടും വ്യാജവും തട്ടിപ്പുമാണെന്ന് അവർ തന്നെ സമ്മതിക്കുന്നില്ലല്ലേ? ഉദാഹരണത്തിന് കഴിഞ്ഞ കാര്യങ്ങളെ കുറിച്ചാണ്. നിങ്ങൾ ഭാവിയിൽ ഇപ്പോൾ ഉദാഹരണത്തിന് വീട് വെക്കണം, അത് ഭാവിയിൽ സംഭവിക്കാനിരിക്കുന്ന എക്സ്പെൻഡിച്ചറാണ്. അതിൽ നമുക്ക് ഒരുപക്ഷെ ഈ ഇവരെ ന്യായം നിലനിൽക്കും. അതല്ലെങ്കിൽ റോഡ് നിർമ്മിക്കണം, ഭാവിയിൽ സംഭവിക്കാൻ എക്സ്പെൻഡിച്ചറാണ്. പക്ഷേ ഇവാക്വേഷൻ എത്ര ദിവസം മുമ്പ് കഴിഞ്ഞു പോയതല്ലേ? സംസ്കാരം എത്ര ദിവസം മുമ്പ് കഴിഞ്ഞു പോയതല്ലേ? അവിടുത്തെ താമസം, പിന്നെ ഈ വളണ്ടിയേഴ്സിന്റെയും സൈനികരുടെയും താമസം എത്ര ദിവസം മുമ്പ് കഴിഞ്ഞു പോയ കാര്യങ്ങളല്ലേ? ഇതിനൊക്കെ എങ്ങനെയാണ് ഭാവിയിലേക്ക് സംഭവിക്കാനിരിക്കുന്ന എക്സ്പെൻഡിച്ചർ എന്ന് പറഞ്ഞു കൊടുക്കുന്നത്? അങ്ങനെയല്ല, അതെല്ലാം ആക്ച്വലി കഴിഞ്ഞ കാര്യങ്ങളാണ്. അവിടെ കള്ളക്കണക്ക് കൊടുത്തു. മാത്രമല്ല ഇത് കൃത്യം റൗണ്ട് ചെയ്തിരിക്കുകയാണ്. ഇതെങ്ങനെയാണ് വരുന്നത്? ഉദാഹരണത്തിന് വെഹിക്കിൾസ് യൂസ്ഡ് ഫോർ ഇവാക്വേഷൻ 12 കോടി കഴിഞ്ഞു പോയതാണ്. ഇവാക്വേഷൻ എത്രയോ മുമ്പ് കഴിഞ്ഞു പോയി. എങ്ങനെയാ 12 കോടി ഇങ്ങനെ റൗണ്ട് ചെയ്തൊരു കണക്ക് വന്നത്? വളരെ അത്ഭുതകരമാണ് ഈ കണക്കുകൾ.
അല്ല അത് തന്നെ ഞാൻ പറയുന്നത്. അതുകൊണ്ടാണ് ഇത് തട്ടിപ്പിന് ഇപ്പൊ സർക്കാർ വേണ്ടിയാണ്. കേന്ദ്രത്തിൽ ഇല്ല കൊടുത്ത കണക്ക് സന്ദീപ്, ഇത് അങ്ങനെയാണെങ്കിൽ സർക്കാർ കൊടുത്തതാണെങ്കിൽ കേന്ദ്രത്തിൽ ഇത് കൊടുത്ത കള്ളക്കണക്കും പെരുപ്പിച്ചതുമായ കള്ളക്കണക്ക് കൊടുത്തു. ഇല്ല ഞാൻ പറയുന്നത് ഇപ്പൊ അങ്ങനെയാണെങ്കിൽ 17 കോടി രൂപ അല്ലെങ്കിൽ 17,000 കോടി രൂപ എയർഫോഴ്സിന്റെ ഡ്രോപ്പിങ്ങിനും അവരുടെ സേവനത്തിനുമായി ഈ പറഞ്ഞ ആക്ച്വൽ പറയുന്നുണ്ട്, അത് കൊടുത്തതാണോ? എയർഫോഴ്സ് മാത്രമല്ല, ബെയിലി പാലത്തിന്റെ പൈസയും കൊടുത്തിട്ടില്ല. ഇവരെങ്ങനെയാണ് ഈ കണക്ക് കാണിക്കുന്നത്? അതാണ് മനസ്സിലാവാത്തത്. ഇപ്പൊ ഉദാഹരണത്തിന് ഇത് എങ്ങനെ റൗണ്ട് ചെയ്ത് കാണിക്കുന്നത്? ഏറ്റ കാര്യം ചോദിക്കുന്നു, ഇത് കഴിഞ്ഞു പോയ കാര്യങ്ങളാണല്ലോ, അതായത് വെഹിക്കിൾസ് യൂസ്ഡ് ഫോർ ഇവാക്യുവേഷൻ ആക്ച്വൽസ്. അല്ല ഞാൻ ചോദിക്കുന്നത് എയർഫോഴ്സിന് ഇത്രയും കോടി രൂപ കൊടുത്തു, അല്ലെങ്കിൽ ബെയിലി പാലത്തിന് കേന്ദ്രത്തിന് 1 കോടി രൂപ കൊടുത്തു നമ്മൾ, അങ്ങനെയെങ്കിൽ അത് കേന്ദ്രത്തിന് പക്കൽ കണക്കുണ്ടാവില്ലേ? അത് സാർ അതിൽ നിന്ന് മനസ്സിലാവില്ലേ ഇത് കൊടുത്ത കണക്കല്ല? അതിൽ നമുക്ക് മനസ്സിലാവില്ല ഇത് കൊടുത്ത കണക്കല്ല എന്ന് മനസ്സിലാക്കാൻ കഴിയില്ലേ സാമാന്യ ബുദ്ധിക്ക്? പ്ലീസ് ആഷ്മി ഒരു മിനിറ്റ് ആഷ്മി സാമാന്യ ബുദ്ധിക്ക് മനസ്സിലാകേണ്ടിരുന്നത് നിങ്ങൾക്കും ശ്രീകണ്ഠൻ നായർ സാറിനുമാണ്. സാറ് രാവിലെ വായിച്ച വാർത്ത ഒന്നുകൂടി കേട്ടാൽ മതി. കൊടുത്തു കഴിഞ്ഞു എന്ന് ഇതേ എയർഫോഴ്സിന്റെ കാര്യം പറഞ്ഞ് സാർ പറയുന്നില്ല ആ വാർത്തയിൽ. ഒന്ന് കേട്ടു നോക്കൂ. ഇനി ഞാൻ ബാക്കി പറയട്ടെ. ഇവിടെ ഒരു കാര്യം, താങ്കളുടെ തന്നെ ചാനൽ കൊടുത്ത വാർത്ത അടിസ്ഥാനത്തിലാണ് ഞങ്ങളൊക്കെ അഭിപ്രായം രൂപപ്പെടുന്നത്. ഒരു കാര്യം കൂടി പറയാം. കൊടുത്തോ കൊടുത്തില്ലയോ എന്നുള്ളതല്ല, ഇവർ കൊടുത്ത കണക്കിൽ, ഉദാഹരണത്തിന് എയർഫോഴ്സിന്റെ കണക്ക്, അത് നമ്മളൊരു വാർത്ത കൊടുത്തു എന്ന് നോക്കൂ. സന്ദീപ്, ഞാൻ വ്യക്തത വരുത്താം. നമ്മളൊരു വാർത്ത കൊടുത്തു എന്ന് നോക്കൂ. നമ്മളൊരു വാർത്ത കൊടുത്തു എന്ന് നോക്കൂ. അങ്ങനെ വാർത്ത കൊടുക്കുന്നത് സന്ദീപേ, നമ്മൾ അങ്ങനെ വാർത്ത കൊടുക്കുന്നത് എന്തുകൊണ്ടാണ്? ഈ പറയുന്ന ആക്ച്വൽസ് എന്ന് ബ്രാക്കറ്റിൽ കാണുമ്പോൾ കൊടുക്കുന്ന വാർത്തയാണ്. അത് കഴിഞ്ഞ് അതിന്റെ വിശദീകരണം വരുന്നു. അതിന്റെ വിശദീകരണം വന്നത് ബോധ്യപ്പെട്ടാൽ നമ്മുടെ ബോധ്യം തിരുത്തണ്ടേ സന്ദീപ്? ഇത് രാവിലെ കണ്ട വാർത്ത വെച്ച് സന്ദീപ് ഇപ്പോഴും പറയുകയാണോ കാര്യം? പറയാൻ ആഗ്രഹിക്കുകയാണ്. ഈ ഒരു മിനിറ്റ് ആഷ്മി ചർച്ചയ്ക്ക് ഞാൻ ഇരിക്കുന്നില്ല. കാരണം ഞാൻ പ്രേക്ഷകരോട് പറയാൻ ആഗ്രഹിക്കുകയാണ്. ഒന്ന്, ഈ വാർത്ത രാവിലെ കൊടുത്തു എന്ന് ബ്രേക്ക് ചെയ്തിട്ടുള്ള ഒരു ചാനൽ 24 ന്യൂസ് ആണ്. ശ്രീകണ്ഠൻ ഹാഷ്മിയുടെ പ്രശ്നം എന്ന് പറയുന്നത്, ഹാഷ്മി ഇതിനിടയ്ക്ക് സ്വീകരിച്ചൊരു നയമുണ്ട്. അല്ല ഞാൻ പറഞ്ഞോട്ടെ, ഞാൻ പറഞ്ഞിട്ടങ്ങ് പോയിക്കോളാം. കാരണം എന്നെ പറയാൻ സമ്മതിക്കാത്തതിന്റെ പുറകിൽ ഹാഷ്മിക്ക് ചില തന്ത്രങ്ങളുണ്ട്. ഹാഷ്മി നേരത്തെ രൂപീകരിച്ച ചില അഭിപ്രായങ്ങളുണ്ട്. അത് ഡിഫെൻഡ് ചെയ്യാൻ വേണ്ടിയാണ് ഹാഷ്മി ഇപ്പോൾ ഇരിക്കുന്നത്. ദയവ് തന്നെ പറയാൻ സമ്മതിക്കണം. ഞാൻ ഇവിടെ ഒരു വില്ലൻ റോളിലല്ല ഇരിക്കുന്നത്. ഞാൻ കേരളത്തിലെ ജനങ്ങൾ അഭിപ്രായം പറയാനായിരിക്കുന്നത്. എന്നെ കേൾക്കണ്ട എന്നാണെങ്കിൽ ദയവ് എന്നെ സംസാരിക്കാൻ അനുവദിക്കണം. ഞാൻ ഈ ചർച്ചയിൽ ഇരിക്കുന്നില്ല. എനിക്ക് എന്റെ അഭിപ്രായം പറയാൻ സ്വാതന്ത്ര്യമില്ലേ? നിങ്ങൾ വിളിച്ചു വരുത്തിയിട്ട് പിന്നെ എന്നോട് അഭിപ്രായം പറയണ്ടെന്നാണോ? ഞാൻ എന്നോട് നിങ്ങളുടെ വാദം ശരിയാണെന്ന്, അല്ലെങ്കിൽ ഞാൻ പറഞ്ഞ കേൾക്കാതിരിക്കാൻ വേണ്ടി ഞാൻ സംസാരിക്കുന്ന സമയത്ത് എന്തിനാ രോഷപ്പെടുന്ന? എന്തിനാ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും പറയുകയല്ലേ സന്ദീപേ? അതിന് ഇത്ര രോഷപ്പെടണം, അസഹിഷ്ണുത കാര്യമുണ്ടോ? തടസ്സപ്പെടുന്നതിന്റെ പിന്നിൽ അജണ്ട മനസ്സിലായതുകൊണ്ടാണ്. ശരി, എങ്കിൽ പറഞ്ഞു പൂർത്തിയാക്കും. ആഷ്മി, കാണുന്ന പ്രേക്ഷകർക്ക് ബുദ്ധിയുണ്ട്. അവര് ചോറാണ് തിന്നത്. ദയവ് ചെയ്ത് ഞാൻ പറയുന്നത് കേൾക്കണം. ഇത് തർക്കിക്കാനുള്ള ഒരു വിഷയമല്ല. അങ്ങനെയാണെങ്കിൽ എന്നെ വിട്ടേക്ക് ഒഴിവായിക്കോളൂ. കണക്ക് പറയുന്ന നേരത്തെ നിങ്ങൾ എന്തിനാണ് ഞാൻ എവിടെയെങ്കിലും ഞാൻ പറയാത്തൊരു കാര്യം എന്റെ വായിൽ കുത്തിയിരിക്കുന്നത് എന്തിനാ? ഇത് കൊടുത്താലും കൊടുത്തില്ലെങ്കിലും ഈ കൊടുത്ത കോടതിക്ക് മുന്നിൽ കൊടുത്ത കണക്കുകൾ, കേന്ദ്രത്തിന് കൊടുത്ത കണക്കുകൾ കള്ളക്കണക്കാണ്, കൊള്ള ചെയ്യാൻ വേണ്ടിയാണ് എന്നുള്ളത് സാമാന്യ ബുദ്ധിയല്ലേ? കഴിഞ്ഞു പോയ കാര്യങ്ങളുടെ കണക്കുകൾ 12 കോടി ഇവാക്യുവേഷന് വേണ്ടി ചെലവാക്കി എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് വിശ്വസിക്കാൻ സാധിക്കുന്നത്? അവിടെ കട്ടൻ ചായ പോലും വാളണ്ടിയർമാർ വാങ്ങി കുടിച്ചിട്ടില്ല. സർക്കാരിന്റെ കട്ടൻ ചായ പോലും കുടിച്ചിട്ടില്ല. ഏറ്റവും അവസാന ദിവസമാണ് സർക്കാർ ഭക്ഷണം കൊടുത്തിട്ടുള്ളത്. ബാക്കി എല്ലാ ദിവസവും സന്നദ്ധ സംഘടനകളാണ് ഭക്ഷണം കൊടുത്തത്. അതിൽ തന്നെ സന്നദ്ധ സംഘടന കൊടുത്ത യൂത്ത് ലീഗ് അടക്കമുള്ള, യുവമോർച്ച അടക്കമുള്ള, യൂത്ത് കോൺഗ്രസ് അടക്കമുള്ള, DYF അടക്കമുള്ള എല്ലാ യുവജന സംഘടനകളും കൊടുത്ത ഭക്ഷണം അടക്കം അവിടെ സർക്കാരുകൾ നിരസിക്കുകയായിരുന്നു. ചെയ്യരുതെന്ന് പറഞ്ഞു. പിന്നെ വസ്ത്രം കൊടുക്കുന്ന കാര്യം, 11 കോടി വസ്ത്രത്തിന്. ഇതൊക്കെ ആര് വിശ്വസിക്കണം? താമസം മുഴുവൻ സ്കൂളിലായിരുന്നു. അതിനുവേണ്ടി 15 കോടി. എന്ത് എസ്റ്റിമേറ്റ് അവരുണ്ടാക്കിയിരിക്കുന്നത്? കേന്ദ്ര സർക്കാരിന് അങ്ങോട്ട് എഴുതി കൊടുക്കുകയാണ്. നമ്മുടെ പപ്പു പഴയ ഓട്ടോ സിനിമയിൽ പറയുന്ന പോലെ ഏകദേശ കണക്ക് അങ്ങനെയാണെങ്കിൽ ഈ കണക്ക് എഴുതിയ ആളുകൾ തിരുമണ്ടന്മാരോ അല്ലെങ്കിൽ സർക്കാർ ജീവനക്കാരായി ഇരിക്കാൻ യോഗ്യതയില്ലാത്തവരോ അല്ലേ? ഈ ചീഫ് സെക്രട്ടറി അടക്കമുള്ള, കളക്ടർ അടക്കമുള്ളവർ. ഇതുപോലെ പ്രധാനപ്പെട്ട ഒരു കാര്യത്തിൽ കേന്ദ്രത്തിലേക്ക് പുലബന്ധമില്ലാത്ത കാര്യമാണ് അയക്കേണ്ടത്. കാര്യമുണ്ടോ? ശരി, ശ്യാൽകുമാർ, ഇത് കൊടുത്തതാണെങ്കിലും കൊടുത്തതല്ലെങ്കിലും ചുരുങ്ങി നോക്കി പറയാമോ ഹാഷ്മി? ആ, ഒരു മിനിറ്റ്, ഞാനൊന്ന് ഒരു ക്ഷമിക്കണം, ഞാൻ ഇടപെടുന്നത് ക്ഷമിക്കണം. ഒരുപക്ഷെ ഈ ചർച്ചയുടെ ഈ ഘട്ടത്തിൽ നമ്മളിത് പറഞ്ഞിട്ടില്ലെങ്കിൽ ആ വ്യക്തത കുറവ് കൊണ്ടായിരിക്കും. ആ വ്യക്തത കുറവ് വെച്ച് എല്ലാവരും ചർച്ച ചെയ്തുകൊണ്ട് പോകുമ്പോൾ ഉണ്ടാകുന്ന പ്രയാസം ഉണ്ടാകുന്നത് കൊണ്ടാണ്. ബഹുമാനപ്പെട്ട സന്ദീപ് സാർ പറഞ്ഞ കാര്യങ്ങൾ എന്ന് പറയുന്നതിൽ പ്രധാനപ്പെട്ട പ്രശ്നം എന്താണെന്ന് വെച്ചാൽ
നമ്മൾ ഓഗസ്റ്റ് 17 മെമ്മോറാണ്ടം സമർപ്പിക്കുന്ന സമയത്ത് ഈ പല സംഘടനകളുമായിരിക്കും ഒരുപക്ഷെ ഇതൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടാവുക. പക്ഷേ ആ സമയം വരെ നമ്മുടെ കയ്യിൽ ഇതിനുമായി ബന്ധപ്പെട്ട് കൃത്യമായ ബില്ലുകൾ വന്നിട്ടില്ല. അങ്ങനെ ഒരു ബില്ല് വന്നാൽ നമ്മളത് കൊടുക്കാൻ ബാധ്യസ്ഥരാണ് സംസ്ഥാന സർക്കാർ. സ്വാഭാവികമായിട്ടും അത് ഏത് തരത്തിലാണ് പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത്, അതിൽ എത്ര വരെ പോകാൻ സാധ്യതയുണ്ട്, ഈ സാധ്യത കൂടി മനസ്സിലാക്കിക്കൊണ്ട് അതിന്റെ ഒരു ബില്ല് വന്നാൽ എന്താ ഒരു ചെറിയ കാര്യം ചോദിക്കട്ടെ, ഒരു ചെറിയ കാര്യം പോവാം. ഒരു ചെറിയ കാര്യം അദ്ദേഹം പറഞ്ഞ ആ സമയത്ത് കണക്കുകളില്ല എന്നാണ് പറഞ്ഞത്. അവിടെ നിരവധി മൃതദേഹങ്ങൾ സംസ്കരിച്ചത് വീട്ടുകാർ തന്നെയാണ്. അവർക്കൊക്കെ സർക്കാർ കൊടുത്തത് 10,000 രൂപയാണ്. പിന്നെ നിങ്ങൾ എങ്ങനെയാണ് 75,000 രൂപ ശവസംസ്കാരത്തിന് കണക്കെഴുതിയത്? ഈ നാട്ടിൽ ശരി ശ്രീ കേൽകുമാർ, ഈ തുക കൊടുത്തിട്ടില്ല എന്നുള്ള കാര്യം ഉറപ്പാണ്. ഇത് എസ്റ്റിമേറ്റ് ആണെന്നും കേന്ദ്രത്തിനടുത്ത് മെമ്മോറാണെന്നും നമുക്കറിയാം. പക്ഷേ ട്രാൻസ്പോർട്ടേഷൻ വോളണ്ടിയേഴ്സ് ആൻഡ് ട്രൂപ്സ് ബൈ റോഡ് 4 കോടി, ഫുഡ് ആൻഡ് വാട്ടർ സപ്ലൈ ഫോർ വോളണ്ടിയേഴ്സ് ആൻഡ് ട്രൂപ്സ് 10 കോടി. എവിടുന്ന്? എന്ത് 10 കോടി? ഒരു മൃതദേഹം സംസ്കരണം 75,000. എവിടുന്ന് 75,000? കൺസ്ട്രക്ഷൻ ഓഫ് ബെയിലി ബ്രിഡ്ജ്, അലീഡ് വർക്ക് ബ്രാക്കറ്റിൽ ആക്ച്വൽസ് 1 കോടി. ഏതൊരു കോടി? പ്രൊക്യൂർമെന്റ് ഓഫ് ടോർച്ചസ്, റെയിൻകോട്ട്സ്, അംബ്രല്ല ആൻഡ് ഗംബൂട്ട്സ് ആക്ച്വൽസ് 2,98,000 രൂപ. സാറേ, ഇത് കേന്ദ്രത്തിന് മെമ്മോറാണ്ടമായിട്ട് കൊടുക്കുന്നതാണെങ്കിലും വാസ്തവമായി നേരിയ തോതിലെങ്കിലും ചേർന്ന് നിൽക്കേണ്ട സുനിൽകുമാർ. ഈ കേരളം ഒരു ഭ്രാന്താലയമാണെന്ന് പണ്ട് വിവേകാനന്ദ സ്വാമികൾ പറഞ്ഞിട്ടുണ്ട്. ഇന്ന് കേരളത്തെ ഭ്രാന്താലയമാക്കിക്കൊണ്ടിരിക്കുന്നത് വ്യാജ വാർത്ത സൃഷ്ടിക്കുന്ന മാധ്യമങ്ങളാണ് എന്ന കാര്യത്തിലൊരു സംശയമില്ല. രാവിലെ മുതൽ കല്ലുരുട്ട് മുകളിലേക്ക് കയറ്റിയിട്ട് വൈകുന്നേരം ആ കല്ല് താഴെയിട്ട് പൊട്ടിച്ചിരിക്കുന്ന പോലെയാണ് ഇന്നിപ്പോൾ പല്ലും വാർത്ത തിരുത്തിക്കൊണ്ടിരിക്കുന്നത്. നിങ്ങളിപ്പോൾ മറികടന്നൊരു പ്രധാനപ്പെട്ട ചാനൽ തിരുത്തുമെന്ന് ഞാൻ കേട്ടിട്ടാണ് ഇവിടെ വന്നിരിക്കുന്നത്. നിങ്ങളങ്ങനെ തിരുത്തിയെന്ന് എനിക്കറിയില്ല. സത്യത്തിൽ ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയിൽ ആ ജഡ്ജ്മെൻറ്റ് വായിച്ചിട്ട് വാർത്ത വായിക്കണമായിരുന്നു. മാധ്യമപ്രവർത്തകർക്ക് കോടതി വിധി വായിക്കാൻ പാടില്ല എന്നൊന്നും എവിടെയും പറഞ്ഞിട്ടില്ല. ആ കോടതിയിൽ എന്താണ് കൊടുത്തത് എന്നും അതിൻ്റെ ഭാഗമായി എന്താണ് കോടതി പറഞ്ഞത് എന്നും വായിച്ചു നോക്കിയിരുന്നെങ്കിൽ ഇങ്ങനൊരു വ്യാജ വാർത്ത സൃഷ്ടിക്കുമായിരുന്നില്ല. ഇല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട ആരോടെങ്കിലും ഒരാളെ വിളിച്ച്, ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ആരെങ്കിലും ഒരാളെ വിളിച്ച് എന്താണ് സംഭവിക്കുന്നത്, നിങ്ങൾ എങ്ങനെയാണ് തയ്യാറാക്കുന്നത് എന്ന് ചോദിച്ചാൽ ഇന്നോളം പറയുമായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഇന്ന് ചർച്ച ചെയ്യേണ്ടിയിരുന്നത് യഥാർത്ഥ വിഷയം എന്താണ്. കേരളത്തിന് ഇത്രയും ദിവസമായിട്ടും ഒരു നാണയത്തൊട്ട് തരാൻ കേന്ദ്ര സർക്കാർ തയ്യാറായിട്ടില്ല. ഞാൻ മനസ്സിലാക്കുന്നത് ആന്ധ്രയ്ക്കും തെലുങ്കാനയ്ക്കും 32 പേർ മരണപ്പെട്ട ദുരന്തം ആഗസ്റ്റ് മാസത്തിലുണ്ടായി. അവർക്ക് കൊടുത്തത് 3,448 കോടിയാണ്. ഹാഷ്മി ഇപ്പം ഞങ്ങളെ വിചാരണ ചെയ്യാനിവിടെ എന്നോട് ചോദിക്കുന്ന പോലെ ഏത് കണക്കിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ 3,448 കോടി കൊടുത്തത്? നിങ്ങൾ ഏതെങ്കിലും കണക്ക് കാണിക്കാമോ? ആന്ധ്രയുടെയോ അല്ലെ തെലുങ്കാനയുടെയോ ദുരന്ത നിവാരണ അതോറിറ്റി നിയമപ്രകാരം കേന്ദ്രത്തിന് ഒരു മെമ്മോറാണ്ടം കൊടുത്തിട്ടാണ് ഈ കാശ് കൊടുത്തത്? അങ്ങനെയാണ് സന്ദീപായിട്ട് പറയട്ടെ. മന്ത്രി ശിവരാജ് സിംഗ് ചൗഹാൻ അദ്ദേഹത്തിൻ്റെ മന്ത്രിയാണല്ലോ, അവർ നിവേദനം തന്നു 7,000 കോടി ഞങ്ങൾ 3,448 അപ്പം കൊടുത്തു. രൊക്കം കൊടുക്കുകയാണ്. ഏത് കണക്കിൻ്റെ അടിസ്ഥാനത്തിൽ? അവിടെ കൊള്ളയില്ലേ? അവിടെ അഴിമതിയില്ലേ? അഴിമതിക്കും കൊള്ളയ്ക്കും ഒക്കെ പേര് കേട്ടത് നിങ്ങളുടെ സർക്കാരുകൾ. അത് വേറെ കണക്ക് ഞാൻ പിന്നെ പറയാം. രണ്ടാമത്, കേരളത്തിൽ 2018 പ്രളയം ഉണ്ടായിക്കഴിഞ്ഞ് ഈ വിമാനത്തെ വന്നിട്ട് ഹെലികോപ്റ്റർ വന്നിട്ട് രക്ഷപ്പെടുത്തിയല്ലോ. അതിൻ്റെ ബില്ലാരാ വാങ്ങിച്ചത്? കാശ് വാങ്ങിച്ചത് 147 കോടി രൂപ. പ്രളയകാലം വന്നപ്പോൾ ഇവിടെ അരി കൊടുക്കുമെന്ന് പറഞ്ഞ് പ്രധാനമന്ത്രി പ്രഖ്യാപിച്ചിട്ട് പോയി. 204 കോടി രൂപ വരച്ചവരെ വെപ്പിച്ചു. എസ്റ്റിമേറ്റ് ഉണ്ടായിരുന്നോ? ഇത്തരമൊരു പശ്ചാത്തലത്തിൽ ഇന്ത്യ രാജ്യത്ത് ദുരന്തമുണ്ടാകുമ്പോൾ ഒരു തരത്തിലും കേരളത്തോട് സഹകരിക്കാത്തൊരു കേന്ദ്ര സർക്കാർ, അതിന് കേരളത്തിൽ നിന്ന് ജയിച്ചു പോയൊരു കേന്ദ്രമന്ത്രിയോടത് പത്രക്കാർ ചോദിച്ചപ്പോൾ മാധ്യമങ്ങളെ ഉലയാട്ടി വിടുന്നൊരു കേന്ദ്രമന്ത്രിയെ കണ്ടില്ലേ? നിങ്ങൾ മുഖ്യമന്ത്രിയോട് പോയി ചോദിക്കണം. ഈ മുഖ്യമന്ത്രി ഡൽഹിയിൽ ചെന്ന് ഇന്ത്യയുടെ പ്രധാനമന്ത്രിയെ കണ്ടിട്ടാണ് കഴിഞ്ഞ 17-ാം തീയതി ഒരാഴ്ച മുന്നേ നിവേദനം കൊടുത്തിട്ട് പറഞ്ഞത് ഇത്ര കോടി രൂപയുടെ നഷ്ടമുണ്ട്, കേരളത്തോടൊപ്പം നിൽക്കണം. ആ കൊച്ചു കുഞ്ഞ് കണ്ണാടിയെ പിടിച്ച് പൊട്ടിച്ചിരിച്ച് ബഹുമാനപ്പെട്ട നരേന്ദ്രമോദി അതൊരു PR വർക്കിന് വേണ്ടി ഉപയോഗിച്ചില്ലേ? വയനാട്ടിലെ അനാഥമായി തീർന്ന ആ ജനങ്ങളുടെ നടുവിലേക്ക് വന്ന ഒരു കേന്ദ്രം 5 നയാ പൈസ പ്രഖ്യാപിച്ചില്ല എന്നത് ശരിയാണ്, മുന്നിൽ അത് പ്രഖ്യാപിക്കേണ്ടതുമാണ്. പക്ഷേ ശ്യാൽകുമാർ, ഈ സന്ദീപ് വാര്യർ നേരത്തെ പറഞ്ഞ ആ ചോദ്യത്തിനോട് മറുപടി കൊടുക്കൂ. അല്ലെങ്കിൽ
രാവിലെ മുതൽ ഈ വാർത്ത അത്രത്തോളം സെൻസിറ്റീവ് ആകാൻ ഇടയായ കാരണത്തെ കുറിച്ച് കൂടി മറുപടി അതിനൊക്കെ കൊടുക്കൂ. ഉത്തരവുണ്ടല്ലോ, ഉത്തരവുണ്ടല്ലോ. ശ്രീ അനിൽകുമാർ, അവിടെ ആ ദിവസങ്ങൾ ഭക്ഷണം ഒരു കൊടുത്തതൊക്കെ sensitive ഇല്ല. ഒരു ഒക്കെ സന്നദ്ധ sensitive പ്രവർത്തകരാണ്. ഇല്ല. ഞാൻ പറയാം. ആ സന്നദ്ധ പ്രവർത്തകർക്ക് 5 പൈസ കൊടുത്തിട്ടില്ല, ഇതുവരെ കൊടുത്തിട്ടില്ല. അവിടെ ഈ പറയുന്ന തെർമൽ ഡ്രോൺ ഉപയോഗിച്ചു 3 കോടി രൂപ എഴുതി വെച്ചിരിക്കുകയാണ്. 5 പൈസ ഈ പറയുന്ന ഡ്രോൺ ഉപയോഗിക്കുന്ന കമ്പനിക്ക് ഇതുവരെ കൊടുത്തിട്ടില്ല. കാശ്മീർ പറയട്ടെ, കാശ്മീർ ഇത് കേന്ദ്രത്തിലേക്ക് കൊടുക്കേണ്ട പണമാണെങ്കിലും വസ്തുതയോട് ചേർന്ന് നിൽക്കേണ്ടതാവണ്ടേ സാർ? നമ്മുടെ ചാനൽ ചർച്ച ക്ലെയിം ഞാൻ പറയട്ടെ എന്താ നടന്നതെന്ന്. ഞാൻ പറയട്ടെപ്പാ, നിങ്ങൾ എവിടുന്ന് ഈ വ്യാജ വാർത്ത ചമച്ചു? അതാ എൻ്റെ ചോദ്യം. നിങ്ങൾക്ക് വ്യാജ വാർത്ത ചമയ്ക്കാൻ കിട്ടിയത് ബഹുമാനപ്പെട്ട ഹൈക്കോടതി കൊടുത്ത നിവേദനമല്ലേ? അതെ. ആ നിവേദനം കേന്ദ്രത്തിലേക്ക് കൊടുത്താൽ കേന്ദ്ര സർക്കാർ അത് ഒത്തുനോക്കത്തില്ലേ? ആ നിവേദനം കേന്ദ്ര സർക്കാരിൻ്റെ ഉദ്യോഗസ്ഥന്മാരും കേരള സർക്കാരിൻ്റെ ഉദ്യോഗസ്ഥന്മാരും കൂടെ ഇരുന്നിട്ടില്ലേ ക്ലെയിം ചെയ്യുന്നത്? അപ്പോഴല്ലേ സെറ്റിൽമെൻറ്റ് ഉണ്ടാക്കുന്നത്? ആ സെറ്റിൽമെൻറ്റ് കൊടുക്കുമ്പോഴാണ് ആക്ച്വൽ ബില്ലിലേക്ക് വരേണ്ടി വരിക. ആക്ച്വൽ ബില്ല് എപ്പോൾ ഉണ്ടാകും? യഥാർത്ഥത്തിൽ ഇത് തയ്യാറാക്കുന്നത് ആഗസ്റ്റ് 9-നാണ്. 30-ാം തീയതി ദുരന്തം ഉണ്ടായി. ഞാൻ പറയുന്നു, ആഗസ്റ്റ് 9-ന് കൊല്ലപ്പെട്ട മുഴുവൻ പേരുടെ എണ്ണം കിട്ടിയോ? നിങ്ങളൊരു മൃതദേഹം അടക്കം ചെയ്യുന്നൊരു ചിലവ് 75,000 എഴുതി വെച്ച് കൂടിപ്പോയെന്ന് പറയുന്നു. അവിടെ ഏതെങ്കിലും ഒരു സ്ഥലത്ത് അടക്കാനല്ല, അവരുടെ വീടെല്ലാം ഒലിച്ചു പോയി. സ്ഥലമില്ല അവിടെ, എവിടെ കൊണ്ട് അടക്കും? ചിലപ്പോൾ സ്ഥലം വാങ്ങിച്ച് അടക്കേണ്ടി വരും. 3 പ്രദേശം ഒലിച്ചു പോയിരിക്കുക. ചിലപ്പോൾ വില കൊടുത്ത് വാങ്ങിക്കേണ്ടി വരും. ചിലപ്പോൾ ഉദ്യോഗസ്ഥന്മാർക്ക് അങ്ങനെ കണക്ക് കൂട്ടി കാണും. ഞാൻ പറയട്ടെ സാർ, ഹാഷ്മി, ഒരു കാര്യം ഞാൻ പറയാം കേട്ടോ. ഇനി എന്നെ പറയാൻ അനുവദിക്കണം. ഇല്ല, നടക്കത്തില്ല ഈ പരിപാടി. അപ്പോൾ ഒരു പകൽ മുഴുവൻ നിങ്ങൾ കള്ളം പ്രചരിപ്പിച്ചിട്ട് സത്യമായിട്ട് അതിലുള്ളൊരു കാര്യം പറയാൻ നിങ്ങൾ സമ്മതിക്കല്ലേ? ഞാൻ ഒരു കണക്കിനെ കുറിച്ചും പറയുന്നില്ല. എവിടുന്ന് കിട്ടി ബെയിലി പാലത്തിന് 1 കോടി രൂപ? ബെയിലി പാലത്തിന് കേന്ദ്ര സർക്കാർ പിന്നീട് ബില്ല് കൊടുക്കുന്ന കേരളം കണ്ടിട്ടുണ്ട്. അപ്പോൾ അവർ പണം അനുവദിക്കുമ്പോൾ, ദുരന്ത നിവാരണത്തിൽ പണം അനുവദിക്കും, ബെയിലി പാലത്തിന് പണം കൊടുക്കേണ്ടി വരും. ബെയിലി പാലം എവിടുന്നാണ് വന്നത്? ഞാൻ തൊട്ടു മുമ്പ് ഒരു ചാനലിൽ ഒരാൾ പറയുന്നത് കേട്ടു, അവിടെ 4 കല്ലടിക്കുന്നതിന് 1 കോടിയാണെന്ന് ഒരാൾ ചോദിക്കുന്നത് കേട്ടു. സത്യം എന്താണ്? ഈ ബെയിലി പാലം വന്നത് വിമാനത്തിലാണോ? പ്രത്യേക വിമാനത്തിലാണോ? എത്ര വിമാനത്തിലാണ്? 4 വിമാനത്തിൽ. അതിന് കൂലി കൊടുക്കണോ? അതിന് പട്ടാളത്തിന് പൈസ അങ്ങോട്ട് കൊടുക്കണോ? അത് ദുരന്ത നിവാരണ ഫണ്ടിൽ നിന്നല്ലേ കൊടുക്കേണ്ടത്? ആ സൈന്യത്തിന് കൈമാറുന്നതിന് വേണ്ടി കണക്കുണ്ടാക്കുമ്പോൾ 1 കോടി ഉദ്യോഗസ്ഥന്മാർ ആഗസ്റ്റ് 9-ന് തയ്യാറാക്കിയെന്ന് പറഞ്ഞാൽ ബില്ല് കിട്ടി തയ്യാറാക്കിയ കാശാത്. പിന്നെ റോഡിന് വേണ്ടി കണക്കാക്കിയിട്ടുണ്ട് ഇതിനകത്ത്. നിങ്ങൾ ആ കോടതി വിധി വായിച്ചു നോക്കി. ഈ മെമ്മോറാണ്ടത്തിൽ ഇത്ര കിലോമീറ്റർ റോഡ് പോയി, ഉദ്ദേശം ഇത്ര രൂപ ചിലവ് വരും. റോഡ് പണിത് കഴിഞ്ഞോ? ഇത്ര സ്കൂൾ കെട്ടിടം പോയി, ഉദ്ദേശം എത്ര രൂപ ചിലവ് വരും. നിങ്ങൾ അത് പണിത് കഴിഞ്ഞോ? പാലം എത്ര എണ്ണം പോയി, ആ പാലം പോയതിന് പണം കണക്കാക്കി, അത് പണിത് കഴിഞ്ഞോ? എസ്റ്റിമേറ്റ് ഉണ്ടാക്കി കഴിഞ്ഞോ? ഇത് ബഹുമാനപ്പെട്ട ശ്രീകണ്ഠൻ നായരാണെങ്കിലും മറ്റേതൊരു മാധ്യമപ്രവർത്തകനാണെങ്കിലും ഇത് വായിച്ചു നോക്കുമ്പോൾ ഇത് എസ്റ്റിമേറ്റ് മാത്രമാണെന്നും ഉദ്യോഗസ്ഥന്മാർ ആഗസ്റ്റ് 9-ാം തീയതി ഒരു കാര്യം മനസ്സിലാക്കണം. അവിടെ വളണ്ടിയർമാരായിട്ട് വർക്ക് ചെയ്യുകയോ അല്ലെങ്കിൽ അവിടുത്തെ ഏതെങ്കിലും ക്യാമ്പ് നടത്തി നേതൃത്വം കൊടുക്കുകയോ ചെയ്യുന്ന ഉദ്യോഗസ്ഥന്മാരല്ല ഈ കണക്കുണ്ടാക്കുന്നത്. ഈ കണക്കുണ്ടാക്കുന്ന ദുരന്ത നിവാരണ നിയമപ്രകാരം കേന്ദ്ര സർക്കാരിൻ്റെ ഉദ്യോഗസ്ഥന്മാർ അതിൻ്റെ മാനദണ്ഡ പ്രകാരം സംസ്ഥാന സർക്കാരിനോട് ആവശ്യപ്പെട്ടു, നിങ്ങൾ തയ്യാറാക്കി തരൂ. അപ്പൊ തയ്യാറാക്കി തരുമ്പോൾ ചില കാര്യങ്ങൾക്ക് 100% പണം തരും. 100% പണം തരുന്നതിനാണ് ആക്ച്വൽസ് എന്ന് ക്ലെയിം ചെയ്യുന്നത്. ഞാൻ പറയട്ടെ സാർ, ഞാൻ പറഞ്ഞു കഴിഞ്ഞില്ല. അങ്ങനെയാണ് ചർച്ചയ്ക്ക് വരേണ്ട കാര്യമില്ല. കാരണം രാവിലെ എല്ലാവരോടും പേടിപ്പിച്ചാലോ? ഞാൻ പറഞ്ഞ എല്ലാവരോടും പേടിപ്പിച്ചാലോ? എന്താണ് ആക്ച്വൽസ്? അല്ല, എല്ലാവരോടും ഇങ്ങനെ പേടിപ്പിച്ചാലോ? എല്ലാവരോടും പേടിപ്പിച്ചാലോ? ഞാൻ പറയട്ടെ, സന്ധ്യ പേടിപ്പിക്കുക, അനിൽകുമാർ പേടിപ്പിക്കുക, ഇടപെട്ട നിങ്ങൾ പേടിക്കുന്ന എനിക്കറിയാം. ആര് പേടിപ്പിച്ചാൽ പേടിക്കുന്നില്ല സന്ദീപ്. വേറെ ആളെ കാര്യമില്ല ഹാഷ്മി. അതിൽ വ്യക്തതയ്ക്ക് വേണ്ടിയാ. അല്ല, അതിൽ വ്യക്തതയ്ക്ക് വേണ്ടി തന്നെ ഉണ്ടായിരിക്കുന്നത്. പറയൂ, വ്യക്തതയ്ക്ക് വേണ്ടി തന്നെ ഉണ്ടായിരിക്കുന്നത്. അനിൽ പറയൂ. അനിൽ പറയുന്ന കാര്യം നിങ്ങൾ അല്ല, ശ്രീ അനിൽകുമാർ, താങ്കൾ പറഞ്ഞു ദിവസം ഭരിക്കും. അല്ലല്ല, സന്ദീപ്, അനിൽകുമാർ പറഞ്ഞു ദിവസം ഭരിക്കും എന്ന് പറഞ്ഞാൽ ചെലവായ തുകയല്ല. അല്ല, ഞാൻ പറയട്ടെ, ദുരന്ത നിവാരണ നിയമപ്രകാരം ഏതെങ്കിലും ഒരു ഒരു ഹെഡിൽ മുഴുവൻ തുകയും കിട്ടാൻ സാധ്യതയുള്ളതിന് ആക്ച്വൽസ് എന്ന് പറയും. ആക്ച്വൽസ് ക്ലെയിം ചെയ്താൽ അത്രയും രൂപ ചെലവായെന്നല്ല, അതിൻ്റെ ബില്ല് അനുസരിച്ച് മുഴുവൻ തുകയും കേന്ദ്രം തരും. 7 കോടി ചോദിച്ചാൽ 12 കോടി ചോദിച്ചാൽ 12 കോടിയും തരുമെന്നല്ല, ബില്ല് എത്രയുണ്ടോ അവരെ തരും. ആക്ച്വൽസ് എന്ന് പറയുന്നത് മുഴുവൻ കിട്ടുന്ന ഐറ്റം. ബാക്കി എന്താണ്? ഒരു വീട് നഷ്ടപ്പെട്ടാൽ കേരളത്തിൽ നമ്മൾ ലൈഫ് മിഷന് വീട് കൊടുക്കുന്നതിന് 4 ലക്ഷം കേന്ദ്രം തരികയില്ല. 1,32,000 രൂപ പരമാവധി അവർ തരുള്ളൂ. അപ്പോൾ ആക്ച്വൽസ് ഇല്ല. ചിലതിന് 50% തരുള്ളൂ. അപ്പോൾ അത് വ്യവസ്ഥയായിട്ട് എഴുതാനാണ് ആക്ച്വൽസ് എന്ന് എഴുതിയെന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഇവിടെ സത്യമായി നടന്ന കാര്യം എന്താണ്? ശരി, ഇടവേളയിലേക്ക് പോകണം. അനിൽകുമാർ പറഞ്ഞു, താങ്കൾ പറഞ്ഞു, ഞാൻ ഇടപെട്ടില്ല. ഓക്കെ, എനിക്ക് ഇടവേളയിലേക്ക് പോകണം, ക്ഷമിക്കണം, എന്നോട് ഇടവേള. 1 കോടി രൂപ കേന്ദ്രം അനുവദിച്ചിട്ടില്ല എന്നും
ശരി ശരി ശ്രീ പി കെ ഫിറോസ്, നമ്മൾ പല ദുരന്തങ്ങൾ കണ്ടവരാണ്. പല ദുരന്തങ്ങളിൽ ഈ പറയുന്ന എസ്റ്റിമേറ്റും അങ്ങോട്ട് കൊടുത്ത തുകയും കിട്ടിയ തുകയും നമ്മൾ കണ്ടവരാണ്. ഇപ്പോൾ ആ മഹാപ്രളയം നമ്മൾക്കുണ്ടായ നഷ്ടമായി കണക്കാക്കപ്പെടുന്ന 26,000 കോടി മുതൽ 36,000 കോടി വരെയാണ്. ഈ പറയുന്ന ഗൈഡ് ലൈൻ പ്രകാരം എന്ന് പറഞ്ഞാൽ പൂർണ്ണമായി തകർന്ന ഒരു വീടിന് SDRF ഗൈഡ് ലൈൻ പ്രകാരം പരമാവധി എത്രയാണ്? 1,30,000 രൂപ. ഈ പറയുന്ന ഗൈഡ് ലൈൻ മാത്രം വെച്ച് തയ്യാറാക്കിയാൽ നമുക്ക് തയ്യാറാക്കാൻ കഴിയാവുന്ന തുക 6,000 കോടി അങ്ങോട്ടേക്ക് കൊടുത്തു. കേന്ദ്രം നൽകിയത് 2,000 ചില്ലുവാനം കോടി. 2019 പ്രളയമുണ്ടായി, നമ്മൾ 2,000 കോടിയുടെ കണക്ക് അങ്ങോട്ടേക്ക് കൊടുത്തു, ഒരു ചുക്കും ഇങ്ങോട്ടേക്ക് കിട്ടിയില്ല. പക്ഷേ പി കെ ഫിറോസ്, ഇത് വേണമെങ്കിൽ പെരുപ്പിച്ച കണക്കാണെന്ന് പറഞ്ഞോളൂ. ഈ പരമാവധി പെരുപ്പിച്ച കണക്ക് വെച്ച് കേന്ദ്രത്തിന് കൊടുത്താൽ പോലും 200 കോടിയേ ഉള്ളൂ. അപ്പോൾ ഇത് എത്രയാണ് ഇങ്ങോട്ടേക്ക് കിട്ടുക? പി കെ ഫിറോസ്, നിങ്ങളിത് പെരുപ്പിച്ച കണക്കാണെന്നോ കള്ളക്കണക്കാണെന്നോ പറഞ്ഞോളൂ. പക്ഷേ അതിൻ്റെ ഒപ്പം സംസ്ഥാനത്തോട് ഈ കഴിഞ്ഞ പോയ ദുരന്തങ്ങളിൽ കേന്ദ്രം കാണിച്ച് എന്താണെന്ന് കൂടി പറയാൻ ബാധ്യസ്ഥമാണ്. എന്തുകൊണ്ടാണ് അങ്ങനെ പെരുപ്പിക്കേണ്ടി വരുന്നത് എന്നും പറയാൻ ബാധ്യസ്ഥമാണ്. അശ്മി, ഒന്നാമത്തെ കാര്യം, ഈ വയനാട് ദുരന്തവുമായി ബന്ധപ്പെട്ട് കേരള ഹൈക്കോടതി ഒരു സുമോട്ടോ കേസ് എടുത്തിരുന്നു. ആ കേസിൽ ഓരോ വെള്ളിയാഴ്ചയും സർക്കാർ അതുവരെ എടുത്ത സ്റ്റെപ്സ് കോടതിക്ക് മുമ്പാകെ അറിയിക്കണം എന്ന ഒരു കണ്ടീഷൻ ഉണ്ട്. അത് പ്രകാരം ഓരോ വെള്ളിയാഴ്ചയും സർക്കാരിന്റെ പ്രതിനിധി അതുവരെ എടുത്ത സ്റ്റെപ്സ് കോടതിക്ക് മുമ്പാകെ അറിയിക്കുന്നുണ്ട്. ഞങ്ങൾ ആ കേസിൽ കക്ഷി ചേരാൻ ശ്രമിച്ചിരുന്നു. കോടതി പറഞ്ഞു, നിങ്ങൾക്ക് പറയാനുള്ളത് അമിക്കസ് ക്യൂറിയുടെ മുമ്പാകെ പറയണം, അതിനുള്ള അവസരമുണ്ട്, ആ നിലക്ക് പറഞ്ഞാൽ മതി എന്നുള്ള നിലക്ക് ഞങ്ങളത് പറയുകയും ചെയ്യുന്നുണ്ട്. അത് അവിടെ നിൽക്കട്ടെ. അപ്പൊ ഒരു വെള്ളിയാഴ്ച സംസ്ഥാന സർക്കാർ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ മുമ്പാകെ കൊടുത്ത കണക്കാണ് നമ്മളിപ്പോൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതിനകത്ത് സർക്കാരിന്റെ വാദം എന്താണ്? സർക്കാരിനെ ന്യായീകരിച്ചുകൊണ്ട് അനിൽകുമാർ പറഞ്ഞത് എന്താണ്? ഞങ്ങൾ പണം കൊടുത്തിട്ടില്ല, ഞങ്ങൾ ആർക്കും കൊടുത്തിട്ടില്ല. അത് തന്നെയാണ് നമ്മുടെ ഈ പ്രശ്നം. കൊടുക്കാത്തൊരു കണക്കാണ്. ഉദാഹരണം പറഞ്ഞാൽ, ശവസംസ്കാര സംസ്കരിക്കാൻ വേണ്ടി 75,000 രൂപ സർക്കാർ കൊടുത്തിരുന്നുവെങ്കിൽ, അല്ലെങ്കിൽ അതിന് ചെലവഴിച്ചിരുന്നുവെങ്കിൽ നമ്മൾ ഇങ്ങനെ ഒരു ചർച്ച ചെയ്യേണ്ട ആവശ്യമേ ഉണ്ടായിരുന്നില്ല. ഇപ്പൊ ഒരു ഉദാഹരണം പറയാം. ആഷ്മിയെ 10 ദിവസം 24 ചാനൽ വയനാട്ടിൽ ദുരന്ത വാർത്തകൾ റിപ്പോർട്ട് ചെയ്യാൻ വേണ്ടി ചുമതലപ്പെടുത്തി. ഈ 10 ദിവസം കഴിഞ്ഞിട്ട് ആഷ്മി ഒരു കണക്ക് 24 ചാനലിന് SKNനോ 24നോ കൊടുക്കുകയാണ്. ആ കണക്ക് കൊടുത്തതിൽ 10 ചായ, ഒരു ചായക്ക് 1000 രൂപ വെച്ച് 10,000 രൂപ എന്ന് കണക്കെഴുതി SKNന് കൊടുക്കുന്നു. എന്നിട്ട് ആഷ്മി പറയുന്നു, ഞാൻ ആ പൈസ വാങ്ങിയിട്ടില്ലല്ലോ, ഞാൻ ആ പൈസ ചായക്കാരന് കൊടുത്തിട്ടില്ലല്ലോ എന്ന് പറഞ്ഞാൽ ആഷ്മി ആ സ്ഥാപനത്തിൽ SKNനോ 24 ന്യൂസോ വെക്കുവോ? അല്ല ശ്രീ പി കെ ഫിറോസ്, ഇത് നമ്മൾ താങ്കൾ ചോദിച്ചത് ശരിയാണ്. താങ്കൾ ചോദിച്ചത് ശരിയാ. ഇപ്പൊ നമ്മൾ വയനാട്ടിലേക്ക് പോകുമ്പോൾ എൻ്റെ കയ്യിൽ പണമില്ല, അപ്പൊ നമ്മുടെ ഫിനാൻസിനോട് നമ്മൾ പൈസ ചോദിക്കും. നമ്മൾ ഫിനാൻസിനോട് പൈസ ചോദിക്കുമ്പോഴേക്കും ഇതുപോലെ എസ്റ്റിമേറ്റ് കണക്കാണ് വെക്കുക. എനിക്ക് അങ്ങോട്ടേക്കുള്ള വണ്ടിക്കൂലി, എനിക്ക് അവിടെ പോയി കഴിക്കേണ്ട ഭക്ഷണം, എനിക്കിപ്പോൾ ഒരു ദിവസം എൻ്റെ കമ്പനി അനുവദിക്കുന്ന 3 നേരം ഭക്ഷണം കഴിക്കേണ്ട ചിലവുണ്ട്. ഈ ചിലവ് പ്രകാരം ഒരു തുക വേണമെന്നാണ് ഞാൻ ഫിനാൻസിനോട് ആവശ്യപ്പെടുക. ആ തുക പ്രകാരമാണ് ഫിനാൻസ് എനിക്ക് പണം അനുവദിക്കുക. അതിനുശേഷം എന്താണ് എനിക്ക് ബില്ല്, ഞാൻ വയനാട്ടിലേക്ക് പോകുന്നു, ഞാൻ പറയട്ടെ, അതിനുശേഷം ഞാൻ വയനാട്ടിലേക്ക് പോകുന്നു, ഞാൻ താമസിക്കുന്നു, ഞാൻ ഭക്ഷണം കഴിക്കുന്നു, എൻ്റെ ബില്ലുണ്ട്. ഈ ബില്ല് ഞാൻ സബ്മിറ്റ് ചെയ്യുന്നു. ഇപ്പൊ എനിക്ക് അനുവദിച്ചത് 20,000 രൂപയാണെങ്കിൽ 20,000 രൂപയിൽ താഴെ മാത്രമേ ഉള്ളൂ എങ്കിൽ ബാക്കി പണം ഫിനാൻസ് എടുക്കുന്നേ. അശ്മി, പ്രശ്നം അതല്ല. നിങ്ങളൊരു ചായക്ക് 1000 രൂപ എന്ന കണക്ക് കൊടുത്താൽ നിങ്ങളെക്കുറിച്ച് നമ്മൾ എന്താണ് മനസ്സിലാക്കേണ്ടത്? നിങ്ങളുടെ ക്രെഡിബിലിറ്റിയെ കുറിച്ച് നമ്മൾ എന്താ മനസ്സിലാക്കേണ്ടത്? നിങ്ങൾ അവിടെ പോയ ചെലവഴിച്ചപ്പോ തുക പിന്നീട് കിട്ടിയിട്ട് ഞാൻ ബാക്കി തിരിച്ചു കൊടുക്കുമെന്ന് പറഞ്ഞാൽ ഒരു ചായക്ക് നിങ്ങൾ കൊടുക്കേണ്ട പണമല്ലേ നിങ്ങൾ കണക്കായിട്ട് കാണിക്കേണ്ടത്? എനിക്ക് കംപ്ലീറ്റ് ചെയ്യണം. എനിക്ക് ആകെ കുറഞ്ഞ സമയം തന്നത്, എനിക്ക് പറയാനുള്ള അവസരം തരണം. ഇനി ആഷ്മിയുടെ വാദം ഞാൻ മുഖവിൽക്കെടുക്കാം. കേന്ദ്രത്തിൽ നിന്ന് പണം കിട്ടാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെയാണെങ്കിൽ ഞാൻ ചോദിക്കട്ടെ, ഇപ്പോ ഈ 4,126 ആളാണ് ക്യാമ്പിലുള്ളതെന്ന് പറഞ്ഞു. ഈ 4,126 ക്ലോത്ത്സ് വാങ്ങാൻ വേണ്ടി 11 കോടിയാണ് ഇതിനകത്ത് ചെലവ് കാണിച്ചിരിക്കുന്നത്. അപ്പോ ഒരാൾക്ക് ഏതാണ്ട് 26,000 രൂപ വരും. 26,000 രൂപയുടെ വസ്ത്രം. ഞാൻ ചോദിക്കുന്നത്, ഈ ദുരന്തബാധിത പ്രദേശങ്ങളിലെ ഈ പാവങ്ങളുടെ പേരിലായിരുന്നോ ഇങ്ങനെ ഒരു കള്ളക്കണക്ക് അവതരിപ്പിക്കേണ്ടിയിരുന്നത്? അവിടെ രാവും പകലും ഭക്ഷണം പോലും ഇല്ലാതെ, ഉറങ്ങാൻ സ്ഥലമില്ലാതെ ആയിരക്കണക്കിന് വോളണ്ടിയർമാർ, ഞങ്ങളുടെ വൈറ്റ് ഗാർഡ് വോളണ്ടിയർമാർ മാത്രം 1,300 ആളുകൾ അവിടെ വർക്ക് ചെയ്തിട്ടുണ്ട്. അവരുടെ പേരിലായിരുന്നു നിങ്ങൾ ഈ 10 കോടി കണക്ക് കേന്ദ്രത്തോട് ചോദിക്കേണ്ടിയിരുന്നത്? നിങ്ങൾക്ക് എന്തെല്ലാം കണക്കുകൾ വേറെ ശരിയാവണ്ണം പറയാം. മരിച്ചു കിടക്കുന്ന ആളുകളോട്, നിങ്ങൾ മരിച്ചു കിടക്കുന്ന ആളുടെ പേര് 75,000 രൂപ സംസ്കാര ചടങ്ങിന് വേണ്ടി, അവരെ സംസ്കരിക്കാൻ വേണ്ടി, ഈ മരിച്ചവരെ നിങ്ങൾ അനാദരിക്കുകയല്ലേ ഈ കള്ളക്കണക്കിലൂടെ ചെയ്തത്? എന്നിട്ട് ഇവിടെ വന്നിട്ട് ന്യായീകരിക്കുക, ഞങ്ങൾ പൈസ വാങ്ങിയിട്ടില്ലല്ലോ, പൈസ കൊടുത്തിട്ടില്ലല്ലോ. എങ്ങനെയാണ് നിങ്ങൾക്ക് ഇങ്ങനെ ഉളുപ്പില്ലാതെ ന്യായീകരിക്കാൻ കഴിയുന്നത്?
ഈ അല്ല ദുരന്തബാധിത പ്രദേശങ്ങളിലെ അല്ല ശ്രീ പി കെ ഫിറോസ്, അത് നിന്റെ വൈകാരിക വശമാണ്. കേന്ദ്ര പൈസ തന്നില്ലെങ്കിൽ അത് നിന്റെ വൈകാരിക വശമാണ്. 100% ഞാൻ വൈകാരിക വശം അംഗീകരിക്കുകയും ചെയ്യുകയാണ്. എനിക്കും അത് തോന്നിയപ്പോൾ തോന്നിയ വികാരം തന്നെ പി കെ ഫിറോസ് പറയുന്നു. പക്ഷേ ഒറ്റ മിനിറ്റ് ഞാൻ ഒന്ന് പറഞ്ഞോട്ടെ. അതായത് എസ് ഡി ആർ എഫിന് മാനദണ്ഡങ്ങളുണ്ട്, ഗൈഡ് ലൈൻ ഉണ്ട്. നമ്മുടെ ഈ വൈകാരികത വെച്ച് അങ്ങോട്ട് എഴുതി കൊടുക്കാൻ കഴിയില്ലേ? എസ് ഡി ആർ എഫിന്റെ ഗൈഡ് ലൈനിൽ അവർ കൃത്യമായി ഏതൊക്കെ ഹെഡ് എന്ന് പറയുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ നമുക്ക് ഇത്തരമൊരു ദുരന്തം ഉണ്ടാകുമ്പോൾ നമുക്ക് ക്ലെയിം ചെയ്യാൻ കഴിയാവുന്ന തുകയുടെ ഹെഡ് പറയുന്നുണ്ട്. ഞാൻ അങ്ങനെ അയച്ചു തരാം. അതിൽ പറഞ്ഞ ഹെഡ് എന്താണ്? ഒന്ന്, റിലീഫ് മെഷേഴ്സ്, പ്രൊവിഷൻ ഓഫ് ടെമ്പററി അക്കോമഡേഷൻ, ഫുഡ്, ക്ലോത്തിങ്, മെഡിക്കൽ കെയർ. 2, എയർ ഡ്രോപ്പിംഗ് ഓഫ് എസെൻഷ്യൽ സപ്ലൈസ് ഫോർ റെസ്ക്യൂ ബൈ എയർഫോഴ്സ്. 3, പ്രൊവിഷൻ ഓഫ് എമർജൻസി സപ്ലൈ ഓഫ് ഡ്രിങ്കിംഗ് വാട്ടർ. 4, ക്ലിയറൻസ് ഓഫ് ഡെബ്രിസ് ഇൻ പബ്ലിക് ഏരിയാസ്. സാറേ, ഈ ഹെഡ് പ്രകാരം നമുക്ക് തുക ക്ലെയിം ചെയ്യാൻ പറ്റൂ? കണക്ക് കൊടുക്കുകയാണെങ്കിൽ ആശ്മി, ഒരു ഹെഡിലും മൃതദേഹം സംസ്കരിക്കാൻ 75,000 രൂപ ചെലവെന്നും, ഈ ദുരന്തം ഉണ്ടായിക്കഴിഞ്ഞാൽ ആ പ്രദേശത്തുള്ള ആളുകൾക്ക് ഡ്രസ്സ് വാങ്ങാൻ 28,000 രൂപ ചെലവ് വരുന്നു, ഒരു വളണ്ടിയർക്ക് 10 കോടി രൂപ, അവിടെ വർക്ക് ചെയ്ത ആളുകൾക്ക് 10 കോടി ചെലവ് വരുന്നു. ഒരു ഹെഡിലും പറയുന്നില്ല. നിങ്ങൾ ഈ കള്ളക്കണക്ക് നമ്മൾ അനുവദിച്ചു കൊടുത്താൽ നാളെ ഇത് അഴിമതിക്ക് വേണ്ടിയിട്ടാണെന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവും വേണ്ട. അതിന്റെ ആദ്യത്തെ സ്റ്റെപ്പാ. നമ്മളിപ്പോ ഇതെല്ലാം ചെലവാക്കി കഴിഞ്ഞ് ഈ പണം ശരി, ഞാൻ എത്താം ഫിറോസ്. ചെറിയ സാങ്കേതിക പ്രശ്നമാണ്. പക്ഷേ അൽക്കുമാർ ചുരുങ്ങിയ വാക്കുകൾ മറുപടി കൊടുക്കാം. സന്ദീപിന്റെ ഒഴിവാണെങ്കിൽ അൽക്കുമാർ മറുപടി. ഒന്ന് ഒരു മരണം ഉണ്ടായിക്കഴിഞ്ഞാൽ 75,000 രൂപ വരെ അതിൻ്റെ ക്രിമേഷന് വേണ്ടി ചെലവ് ചെയ്യാവുന്ന സെൻട്രൽ നോംസാണ്. ആ നോംസിൽ പറയുന്ന പരമാവധി തുക ക്ലെയിം ചെയ്തു. ഈ ആക്ച്വലി കിട്ടാൻ പോകുന്ന എത്രയെന്ന് പറയാറായിട്ടില്ല. നമ്മൾ ക്ലെയിം ചെയ്തിട്ടു എന്നുള്ളതല്ലാണ്ട് മറ്റു വല്ല കാര്യമുണ്ടോ? ഇത് ഉണ്ട്, നോമുണ്ട്, പറയാം. ആഗസ്റ്റ് 9 തയ്യാറാക്കിയതാണ്. ഞാൻ കൃത്യമായിട്ട് പറഞ്ഞു. ദയവായി കേൾക്കൂ. DNA ടെസ്റ്റിന്റെ ചെലവ് എത്രയാണ്? DNA ടെസ്റ്റിന്റെ ചെലവ് എത്രയാണ്? അവിടുത്തെ ബോഡിക്ക് DNA ടെസ്റ്റ് ചെയ്യണം. നിങ്ങൾ ക്രിമേഷൻ നടത്തുമ്പോൾ ഒരു ക്രിമേഷൻ എന്ന് പറയുന്നത് തൽക്കാലം നടത്തി, DNA സാമ്പിൾ എടുത്തു, അതിൻ്റെ ഭാഗമായി കണ്ടെത്തി, DNA ടെസ്റ്റ് നടത്തി കഴിഞ്ഞാൽ വീണ്ടും ക്രിമേഷൻ വേണോ? അതിന് ഭൂമി എവിടെയുണ്ട്? ആ ഭൂമിക്ക് എത്രയാണ് വില? ആ ഭൂമിക്ക് ആര് പൈസ കൊടുക്കും? ഇതൊക്കെ അവിടെ ആഗസ്റ്റ് 9 ഈ ദുരന്തം ഉണ്ടായി 10 ദിവസത്തിനകം തയ്യാറാക്കിയ എസ്റ്റിമേറ്റ് എടുത്തൊരു ഉദ്യോഗസ്ഥന്മാർ CMDRFുമായി ബന്ധപ്പെട്ട ഒരു എസ്റ്റിമേറ്റ് കൊടുത്തു. ഇത്രയൊക്കെ ചെലവ് വരാം, ഭാവിയിൽ വന്നില്ലേ കുഴപ്പമില്ല, വരാം. ബില്ല് കൊടുക്കാതെ കാശ് കിട്ടുമോ? ആരെങ്കിലും ബില്ല് കൊടുത്തിട്ടുണ്ടോ? തെറ്റായ ഈ രണ്ട് കാര്യങ്ങൾക്ക് മറുപടി പറയും. കേന്ദ്ര സർക്കാർ ഒരു വെള്ളി രൂപ വന്നിട്ടില്ല, ഒരു നിവേദനം എഴുതി കൊടുത്തേ ഉള്ളൂ. ശരിയാണ്, 100% ശരിയാണ്. ലീഗുകാരുടെ പടക്കുന്ന കണ്ടില്ലേ? 100% ശരിയാണ്. കേന്ദ്രം ഒന്നും തന്നിട്ടില്ല. ഞാൻ അതുകൊണ്ടാണ് ഫിറോസ് വിളിച്ചത്. പക്ഷേ ഈ രണ്ട് കാര്യങ്ങളിൽ ഈ രണ്ട് കാര്യങ്ങൾ മറുപടി പറയണം. ഈ രണ്ട് കാര്യങ്ങൾ മറുപടി പറയണം. അല്ല, 75,000 രൂപ സംസ്കാരത്തിന് എഴുതി വെക്കുന്നത് എങ്ങനെയാണ് സിയാൽകുമാർ? 75,000 രൂപ ഒരു മൃതദേഹത്തിന് സംസ്കാരത്തിന് എഴുതി വെക്കുന്നത് എങ്ങനെയാണ്? DNA ടെസ്റ്റ് അല്ലല്ല, പറയട്ടെ. DNA വേറെ എഴുതി വെച്ചിട്ടുണ്ട്. ഞാൻ ചോദിക്കുന്ന DNA ടെസ്റ്റിന്റെ റേറ്റ് എത്രയാ? അത് വേറെ എഴുതി വെച്ചിട്ടുണ്ട്. എത്ര കോടി വേറെ? അവിടെയാണ് പറയുന്നത്. അവിടെ എങ്ങനെയാ പറയുന്നത്? നടത്തേണ്ടി വരുന്നു. വീണ്ടും പറയട്ടെ. ഇതൊന്നും ഞാനൊന്നും ഉത്തരം പറയേണ്ട ആളല്ല. പറയട്ടെ, കേട്ടോ. ഇത് രാഷ്ട്രീയ തീരുമാനമല്ല. ആഗസ്റ്റ് 9 അവിടെ ഉണ്ടായിരുന്ന ഉദ്യോഗസ്ഥന്മാർ നിവേദനം തയ്യാറാക്കാൻ എഴുതി കൊടുത്തു. ആ എഴുതി കൊടുത്ത നിവേദനം കേരള ഹൈക്കോടതി അംഗീകരിച്ചു. ഹൈക്കോടതിയുടെ വിധിയുടെ 2 ഭാഗത്ത് ഇത് ഒരു എസ്റ്റിമേറ്റ് മാത്രമാണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇത് CMDRF നോംസ് അനുസരിച്ച് തയ്യാറാക്കിയ എസ്റ്റിമേറ്റ് ആണെന്ന് മാത്രം പറഞ്ഞിട്ടുണ്ട്. എസ്റ്റിമേറ്റും ആക്ച്വൽസും തമ്മിൽ എന്താ വ്യത്യാസം? നിങ്ങൾക്കൊരു കെട്ടിടം പണിയാൻ 15 ലക്ഷം രൂപ വേണമെന്ന് എസ്റ്റിമേറ്റ് നടപ്പായി വന്നപ്പോൾ 7 ലക്ഷത്തിന് പണിതു. എസ്റ്റിമേറ്റും ആക്ച്വലും തമ്മിൽ വ്യത്യാസം വരുമോ? ഇതുപോലെ വ്യത്യാസം വരും. ഇവിടെ ആക്ച്വൽസ് ഇല്ല, പണം ചെലവാക്കിയതിന്റെ കണക്കേ ഇല്ല. ശരി, പക്ഷേ ഒരു മൃതദേഹം സംസ്കരിക്കാനുള്ള പരമാവധി ബാർ 75,000 രൂപയാണ്. കേന്ദ്ര മാനദണ്ഡ പ്രകാരമൊന്നുമില്ല. അതങ്ങ് വെറുതെ പറഞ്ഞതാണ്. അങ്ങനെ ഒരു ബാറില്ല. കണക്ക് കൊടുത്തു. 75,000 രൂപ ഒരു മൃതദേഹം സംസ്കരിക്കാനൊരു ബാർ ഏത് നോം പ്രകാരമില്ല. എത്ര രൂപ കിട്ടും? അങ്ങനെ ഒരു ബാർ വെച്ചിട്ടില്ല. അതെങ്ങനെയാണ് കേന്ദ്ര ഒരു മൃതദേഹം സംസ്കരിക്കാൻ 75,000 രൂപ കേന്ദ്ര മാനദണ്ഡോ? അവര് പരമാവധി തുക എഴുതി കൊടുത്തെന്ന്. പരമാവധി തുക എഴുതി കൊടുത്തു. ഞാൻ പറയട്ടെ സാർ, ആ ഉദ്യോഗസ്ഥന്മാർ പരമാവധി തുക എഴുതി കൊടുത്തു. അത് രാഷ്ട്രീയ തീരുമാനമല്ല, AK സെന്ററിൽ എഴുതി കൊടുത്തതല്ല. CMDRFിന്റെ കീഴിൽ പ്രവർത്തിക്കുകയും അവരുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുകയും ചെയ്യുന്ന ഉദ്യോഗസ്ഥന്മാർ നിവേദനം തയ്യാറാക്കുന്നു. ഉടനെ ഇതന്നെ 75,000 ഞങ്ങൾ ആരെങ്കിലും ചോദിക്കുമോ? ഞങ്ങളവിടെ DYFI പിള്ളേർ ചാലിയാർ പുഴയിൽ ഡെഡ് ബോഡി എടുത്തോണ്ടിരിക്കുകയായിരുന്നു, കയ്യും കാലും പെറുക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു കൊല്ലപ്പെട്ടവരുടെ. അന്നേരം ഇത് തപ്പ നടക്കുക ഞങ്ങളുടെ പണി. അവിടെ ആ സമയത്ത് തയ്യാറാക്കിയ ഉദ്യോഗസ്ഥന്മാർ കേന്ദ്രത്തിലേക്ക് ഒരു എസ്റ്റിമേറ്റ് അയച്ചു കൊടുത്തു. ആ എസ്റ്റിമേറ്റ് കോടതി കൊടുത്തു. അത് കഴിഞ്ഞ് ഒറിജിനലായിട്ട് കണക്ക് കൊടുക്കാം. എപ്പോഴാണ് കണക്ക് കൊടുക്കുന്നത്? ഈ ഘട്ടത്തിലല്ല.
കേന്ദ്ര സർക്കാർ അന്തിമ നിവേദനം കിട്ടിക്കഴിഞ്ഞാൽ ഒരു ഭാഗം അനുവദിക്കും, ബാക്കി ക്ലെയിം ചെയ്തെടുക്കണം. ആ ക്ലെയിം എന്ന് പറയുന്നത് ഇപ്പോഴും തീരുന്ന പ്രക്രിയയല്ല. ആ പുനരധിവാസം പൂർത്തിയാക്കുമ്പോഴേ തീരുവുള്ളൂ. കേന്ദ്ര സർക്കാരും കേരള സർക്കാരുമായിട്ട് അത് കൈകാര്യം ചെയ്തു പോകും. അത്തരമൊരു സന്ദർഭത്തിൽ നരേന്ദ്രമോദിക്ക് വേണ്ടി ഇങ്ങനെ ഫിറോസ് പടക്കരുത് കേട്ടോ. ഫിറോസ് ഇങ്ങനെ പടക്കരുത് കേട്ടോ. അത് ഫിറോസിനോട് എടുക്കേണ്ട കാര്യമില്ല. നിങ്ങളെ കേരളത്തെ തെറ്റിദ്ധരിപ്പിക്കുന്നു മുസ്ലിം ലീഗ്. സന്ദീപ് വാര്യരെ അതിന് മറുപടി പറയൂ. അന്ന് പ്രധാനമന്ത്രി വന്നു വളരെ വികാരവായ്പോടെ നമ്മുടെ കുഞ്ഞുങ്ങളെ കെട്ടിപ്പിടിച്ചിട്ട് പോയി. അപ്പോൾ അത് കണ്ടപ്പോഴേക്കും ഉടനെ ഏതാ തുക അനുവദിക്കാൻ പോകുന്നു എന്ന് പറയുന്നു. 5ന്റെ പൈസ അനുവദിച്ചിട്ടുണ്ടോ സന്ദീപ്? ഹാഷ്മി, ഒന്ന് എന്നെ തടസ്സപ്പെടുത്തരുത്. കാരണം ഇവിടെ അനിൽകുമാറിന് തടസ്സപ്പെടുത്താതെ താങ്കൾ ഒരുപാട് സമയം കൊടുത്തു. ഫിറോസിനെയും സംസാരിക്കാൻ അനുവദിച്ചിട്ടുണ്ട്. ആ സ്ഥിതിക്ക് എന്നെയും സംസാരിക്കാൻ അനുവദിക്കണം. കാരണം ജനങ്ങൾ കാര്യങ്ങൾ മനസ്സിലാക്കണമല്ലോ. അത് ആ രീതിയിൽ മുന്നോട്ട് പോകുന്നതായിരിക്കും നല്ലതെന്ന് എനിക്ക് തോന്നുന്നു. അവസാനം എൻ്റെ അസഹിഷ്ണുതയാണെന്ന് പറയരുത്. ഇവിടെ അനിൽകുമാർ ഉന്നയിച്ച ആരോപണങ്ങൾ, അതിലേക്ക് ഓരോന്നിലായിട്ട് കടന്നു വരാം. ഇവിടെ അനിൽകുമാർ പറഞ്ഞ കാര്യം എന്താ? നേരത്തെ എം പി രാജേഷ് ഇട്ടൊരു ക്യാപ്സ്യൂളാണ് അദ്ദേഹം ആദ്യം പറഞ്ഞത്. അതായത് ഒരു വീട് പണിയുന്നതിനെ കുറിച്ച് പറഞ്ഞു. ഒരു വീട് പണിയുന്നതാണെങ്കിലും കണക്കുകൾ തമ്മിൽ ഇപ്പോൾ ഈ കണക്കുകൾ ഉണ്ടാക്കിയതാരാണ്? സംസ്ഥാനത്തെ പ്രധാനപ്പെട്ട ബ്യൂറോക്രാറ്റ്സ്, കളക്ടർ അടക്കമുള്ള ആളുകൾ. ഇവിടെ 3 മന്ത്രിമാർ ചുമതലയിലുണ്ടായിരുന്നു. ഇവരെല്ലാവരും ചേർന്നെടുത്ത തീരുമാനമാണല്ലോ. അപ്പോൾ അങ്ങ് ശവസംസ്കാരത്തിൻ്റെ കാര്യം പറഞ്ഞു. ഈ കണക്ക് കൊടുത്തിരിക്കുന്നത് എന്നാണ്? 14-ാം തീയതിക്ക് ശേഷം 19-ാം തീയതിയാണ്. കണക്കുണ്ടാക്കി എന്ന് പറയുന്നത് 9-ാം തീയതിയാണ്. ആഷ്മിക്ക് അറിയാം എന്നാണ് കൂട്ട സംസ്കാരങ്ങൾ നടന്നത്. 4-ാം തീയതിയും 5-ാം തീയതിയും ഒക്കെയാണ് പുത്തുമലയിൽ കൂട്ട ശവസംസ്കാരങ്ങൾ നടന്നത്. ഞാനും അഷ്മിയും ഒക്കെ അവിടെ ഉണ്ടായിരുന്നു. അഷ്മി അവിടെ ഉണ്ടായിരുന്നതുകൊണ്ട് എൻ്റെ ഓർമ്മ. ഞാൻ എന്തായാലും അവിടെ ഉണ്ടായിരുന്നു. ഈ കൂട്ട ശവസംസ്കാരം നടക്കുന്ന സമയത്ത് അവിടെ ആദരാഞ്ജലി അർപ്പിക്കാൻ വേണ്ടി പോയ ഒരാളാണ് ഞാനും. അപ്പോൾ ഈ സമയം 4-ഉം 5-ഉം കഴിഞ്ഞ്, അതായത് കണക്കുകൾ പൂർണ്ണമായും സർക്കാരിൻ്റെ കയ്യിൽ അപ്പോൾ ലഭ്യമാണ്. ആ കണക്കുകൾ പ്രകാരമാണ് ഇവർ 75,000 രൂപ എന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ധാരാളം മൃതദേഹങ്ങൾ ബന്ധുക്കൾ ഏറ്റുവാങ്ങി പോയിട്ടുണ്ട്. ആ ബന്ധുക്കൾ ഏറ്റുവാങ്ങിപ്പോയ മൃതദേഹങ്ങൾ പോയ സമയത്ത് അവിടെ വെറും 10,000 രൂപയാണ് സർക്കാർ കൊടുത്തിട്ടുള്ളത്. സേവാഭാരതി അവിടെ 100ഓളം മൃതദേഹങ്ങൾ അവിടെ സംസ്കരിച്ചിട്ടുണ്ട്. കൃത്യമായിട്ടാണ് എനിക്കറിയാം. 100ഓളം മൃതദേഹങ്ങൾ ഒരു പൈസ വാങ്ങാൻ സംസ്കരിച്ചിട്ടുണ്ട്. എന്നിട്ടാണ് ഇവർ 75,000 രൂപ ഈ കാര്യത്തിന് വേണ്ടി കണക്കെഴുതിയിരിക്കുന്നത്. ആ സ്ഥലത്തെക്കുറിച്ച് പറഞ്ഞല്ലോ, സ്ഥലത്തിന് ആര് വില കൊടുക്കുന്നത്? ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം ആ സ്ഥലം അവിടെ സൗജന്യമായി കൊടുത്തിട്ടുള്ളതാണ്. അവിടെ പഞ്ചായത്ത് ഈ ക്രിമേഷനുമായി ബന്ധപ്പെട്ട് പൈസ ചെലവാക്കിയിട്ടുണ്ട്. അവിടുത്തെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ ചെലവാക്കിയിട്ടുണ്ട്. ഇനി മറ്റൊരു കാര്യം, ഇവിടെ താമസത്തിന്റെ കാര്യം, ഇതെല്ലാം ആക്ച്വൽ, അതായത് സർക്കാരിന്റെ കയ്യിൽ ആ സമയത്ത് ഈ റിപ്പോർട്ട് കൊടുക്കുന്ന സമയത്ത് കണക്കുള്ള കാര്യങ്ങളാണ് ഞാൻ പറയുന്നത്. ഉദാഹരണത്തിന് താമസത്തിന്റെ കാര്യം. താമസം പൂർണ്ണമായും സംസ്ഥാനത്തെ അവിടുത്തെ സ്കൂളുകളിലായിരുന്നു. ഒരു പൈസ അതിന് ചെലവായിട്ടില്ല. ഇനി ചെലവായിട്ടുണ്ടെങ്കിൽ തന്നെ ഏതാനും ലക്ഷങ്ങളാണ്. ചില ഉദ്യോഗസ്ഥന്മാർ, ചില ഓഫീസർമാർ, മിലിറ്ററി ഓഫീസർമാർ ഹോട്ടൽ റൂമുകളിൽ താമസിച്ചിട്ടുണ്ടെങ്കിൽ അതിന് 10 നയാ പൈസ ഹോട്ടൽ റൂമുകൾ വാങ്ങിയിട്ടില്ല. കാരണം മനുഷ്യർ മുഴുവൻ ഒറ്റക്കെട്ടായി ജാതി മത രാഷ്ട്രീയ പരിഗണനകൾക്ക് അതീതമായി വയനാട്ടിന് വേണ്ടി കൈകോർത്തുന്നപ്പോൾ ഞങ്ങൾക്കറിയാം ആഷ്മി, യുവമോർച്ചയുടെ വളണ്ടിയർമാർ ദുരിതാശ്വാസ സാധനങ്ങളുമായി കൊല്ലത്തുനിന്ന് വന്ന സമയത്ത് അവർ ചായ കുടിക്കാൻ വേണ്ടി നിർത്തിയ സമയത്ത് വയനാട്ടിലൊരു ഒറ്റ ചായക്കടയിൽ നിന്ന് പോയും 1 രൂപ അവരുന്ന് വാങ്ങിയിട്ടില്ല ഭക്ഷണത്തിന് വേണ്ടിയിട്ട്. അറിയോ, നിങ്ങൾ ഞങ്ങൾക്ക് വേണ്ടി വരുന്നതല്ലേ എന്ന് പറഞ്ഞ് വയനാട്ടിലെ ജനങ്ങൾ ഭക്ഷണവും താമസവും ഒക്കെ സൗജന്യമായി കൊടുത്തിരുന്നു. എല്ലാവർക്കും കൊടുത്തിരുന്നു. പിന്നെ സർക്കാർ കോടികൾ കണക്കെഴുതി കഴിഞ്ഞാൽ ഇത് എങ്ങനെ ശരിയാവുക? ഇനി അഷ്മി ഇവിടെ ഞാൻ പൂർത്തിയാകട്ടെ. ഇവിടെ അഷ്മി പറയുന്ന ഒരു കാര്യം ഞാൻ പറയട്ടെ. അഷ്മി പറഞ്ഞ എന്താണ്? കേന്ദ്രം നേരത്തെ ഉണ്ടായിരുന്ന അനുഭവങ്ങളുടെ പശ്ചാത്തലത്തിൽ കണക്കുകൾ കൊടുത്ത സമയത്ത് പൂർണ്ണമായും തന്നില്ല, അതുകൊണ്ട് കൂടുതൽ കൊടുത്താൽ എന്താ തെറ്റെന്ന് വെച്ചു. അവിടെ നിങ്ങൾ എൻഡോഴ്സ് ചെയ്യുന്നത് നിയമവിരുദ്ധമായ ഒരു കാര്യമാണ്. ഒരു സംസ്ഥാന സർക്കാർ കേന്ദ്ര സർക്കാരിന് കൊടുക്കുന്ന കണക്കാണ്. അവിടെ മുൻ അനുഭവങ്ങളുടെ പേരിൽ നിങ്ങൾക്ക് കള്ളക്കണക്ക് എഴുതാൻ പറ്റില്ല. ഇത് വളരെ നിയമവിരുദ്ധമായ ഒരു കാര്യത്തെ ഒരു മാധ്യമ പ്രവർത്തകനും എൻഡോഴ്സ് ചെയ്യരുത്. നമുക്ക് നിയമപരമായിട്ടേ പോകാൻ സാധിക്കുകയുള്ളൂ. എത്രയാണോ കണക്ക് ആ കണക്ക് കൊടുക്കണം. പിന്നെ വസ്തുതയുമായി പുലബന്ധമില്ലാത്ത രീതിയിൽ എക്സാജറേറ്റ് ചെയ്ത് കണക്ക് കൊടുക്കാൻ ഇത് സ്ഥലക്കച്ചവടമല്ലല്ലോ. ഇപ്പൊ അനിൽകുമാർ പറയുന്നത് കേട്ട് കഴിഞ്ഞാൽ മൂപ്പര് 1-ാം തരം റിയൽ എക്സാജറേറ്റ് ചെയ്ത് കണക്ക് കൊടുത്താൽ പോലും പറയുന്നത്. അവസാനം കണക്ക് പറഞ്ഞിട്ട് 2 ലക്ഷം എക്സാജറേറ്റ് ചെയ്ത് കണക്ക് കൊടുത്താൽ പോലും നമുക്ക് ഗൈഡ് ലൈൻ പ്രകാരം കിട്ടാവുന്ന എത്രയാണ്? 200 ചില്ലുവാനും കൂടി എത്ര കിട്ടും നമുക്ക്? സന്ദീപിന് പറയാൻ പറ്റുമോ? അഷ്മി, അവിടെയാണ് അഷ്മി നേരത്തെ പറഞ്ഞൊരു പോയിന്റ് പ്രാധാന്യം അർഹിക്കുന്നത്. നമ്മുടെ രാജ്യത്ത് ഇതിനെല്ലാം ചില മാനദണ്ഡങ്ങളുണ്ട്. ആ മാനദണ്ഡങ്ങൾ പ്രകാരം ഇന്ന് സ്റ്റേറ്റ് ഡിസാസ്റ്റർ മാനേജ്മെന്റ് കമ്മിറ്റിയിലെ ഒരു അംഗം, അദ്ദേഹത്തിന്റെ പേരെനിക്ക് ഓർമ്മയില്ല, മറ്റൊരു ചാനൽ വന്ന് പറയുന്നത് കേട്ടു, പൂർണ്ണമായി അതായത് സെൻട്രൽ ഗവൺമെന്റിന്റെ മാനദണ്ഡ പ്രകാരമുള്ള പരമാവധി തുക നിശ്ചയിച്ചാലും നമുക്ക് കിട്ടാൻ അർഹതയുള്ളത് 219 കോടി രൂപയോ മറ്റോ മാത്രമാണെന്ന് അദ്ദേഹം പറഞ്ഞ് ഞാൻ കേട്ടു. അങ്ങനെയാണെങ്കിൽ 2,000-3,000 കോടി നമുക്ക് ക്ലെയിം ചെയ്യാൻ പറ്റില്ല. നാളെ നിങ്ങളുടെ ചർച്ച എന്തായിരിക്കും? അയ്യോ മോദി പൈസ തരുന്നില്ലേ, അയ്യോ മോദി പൈസ തരുന്നില്ലേ എന്നുള്ളതായിരിക്കും നിങ്ങളുടെ ചർച്ച. അപ്പോൾ അനാവശ്യമായിട്ട് എക്സാജറേറ്റ് ചെയ്തിട്ട് കണക്ക് കൊടുത്ത ശേഷം അതിന്റെ അത്രയും തുക കേന്ദ്രം തരാതിരിക്കുന്ന സമയത്ത് കേന്ദ്രത്തിന് പ്രത്യേകിച്ച് ഒരു നിയമം ഉണ്ടാക്കി തരാൻ പറ്റില്ലേ? നിലവിലിരിക്കുന്ന മാനദണ്ഡ പ്രകാരമേ ഓരോ സംസ്ഥാനങ്ങൾക്ക് പൈസ കൊടുക്കാൻ സാധിക്കുള്ളൂ. അപ്പോൾ ആ മാനദണ്ഡ പ്രകാരം പണം കൊടുക്കുന്ന സമയത്ത് നിങ്ങളൊക്കെ മോദിക്കെതിരായും കേന്ദ്ര സർക്കാരിനെതിരായും ഇവിടെ ഇരുന്ന് ഘോരം ചർച്ച നടത്തും.
പ്രധാനമന്ത്രി നരേന്ദ്രമോദി വന്ന് സന്ദർശിച്ചിട്ട് പോയി. പ്രധാനമന്ത്രി നരേന്ദ്രമോദി വന്ന് സന്ദർശിച്ചിട്ട് പോയി. ഇതുവരെ മാസം 2 5ന്റെ നയാ പൈസ കേരളത്തിനോട് പ്രഖ്യാപിച്ചോ സന്ദീപ്? ഞാനത് പറയാം. അതിലേക്കാണ് വരുന്നത്. ആദ്യ ഘട്ടത്തിൽ തന്നെ 150-ലധികം കോടി കേരളത്തിന് ട്രാൻസ്ഫർ ചെയ്ത് കഴിഞ്ഞു. ആദ്യ ഘട്ടത്തിൽ തന്നെ ഇവിടെ 3 സൈനിക വിഭാഗങ്ങൾ ഇങ്ങോട്ട് എത്തിച്ചതും റെസ്ക്യൂ മിഷനുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്കും ഓൾറെഡി കൊടുത്തു കഴിഞ്ഞു. അത് വയനാട് തല വെക്കല്ലേ? വർഷാവർഷം എല്ലാ സംസ്ഥാനം കൊടുക്കുന്ന SDRF-ലോട്ട് അത് വയനാട് തല വെക്കല്ലേ? ഹാഷ്മി പറഞ്ഞോട്ടെ. വയനാടിന്റെ തലയിലേക്കല്ല വയ്ക്കുന്നത്. കേന്ദ്രം ഫണ്ട് കൊടുക്കുന്ന SDRF-ലേക്ക് തന്നെ കൊടുക്കുക. SDRF-ലാണ് പണം വന്ന് നിക്ഷേപിക്കുക. ആ ഹെഡിലേക്കാണ് കൊടുക്കുന്നത്. ചെലവാക്കാൻ വേണ്ടിയാണ് കൊടുക്കുന്നത്. ഒന്ന്. രണ്ടാമത്തെ കാര്യം പറയട്ടെ. ഇവിടെ ഈ പരാതി ആരാ ഉന്നയിക്കേണ്ടത്? കേന്ദ്രം കൊടുക്കുന്നിരുന്ന പരാതി ഉന്നയിക്കേണ്ടത് ആരാ? കേരളത്തിനൊരു മുഖ്യമന്ത്രി ഉണ്ടല്ലോ. എന്താ ഈ അനിൽകുമാർ ഉത്തരവാദിത്തമില്ലാതെ പറയുന്ന പോലെ അല്ലല്ലോ. കേരളത്തിന്റെ മുഖ്യമന്ത്രി ഈ നിമിഷം വരെ കേന്ദ്രം പണം തന്നില്ല എന്നൊരു ആക്ഷേപം ഉന്നയിക്കാത്ത എന്താ? അതെന്തോന്ന് അറിയില്ല. ഈ നിമിഷം വരെ ആ ഒരു ആക്ഷേപം കേരളത്തിലെ മുഖ്യമന്ത്രി ഉന്നയിച്ചിട്ടില്ലല്ലോ. അതുകൊണ്ട് ആ ആക്ഷേപം കേരളത്തിലെ മുഖ്യമന്ത്രി ഉന്നയിക്കട്ടെ. അത് ഉന്നയിക്കേണ്ടത് മുഖ്യമന്ത്രിയാണെങ്കിലും SDRF-ന് വർഷാവർഷം എല്ലാ സംസ്ഥാനങ്ങളും ചെലവിൽപ്പെടുത്തണ്ട. വയനാടിന്റെ പേരിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി സന്ദർശനം നടത്തി പോയതല്ലോ. 5ന്റെ നയാ പൈസ ഇതുവരെ അനുവദിച്ചിട്ടില്ല. ത്രിപുരയ്ക്ക് പോയി കണ്ടപ്പോൾ 42 കോടി ചടപടയിൽ അനുവദിച്ചു കേന്ദ്രം. മറ്റു സംസ്ഥാനങ്ങൾക്ക് അനുവദിച്ചു കേന്ദ്രം. അത് ഹാഷ്മി അല്ല, മുഖ്യമന്ത്രി പറയട്ടെ. മുഖ്യമന്ത്രി പറഞ്ഞ കാര്യമുണ്ടോ? മുഖ്യമന്ത്രി നമ്മൾ നോക്കേണ്ട കാര്യമുണ്ടോ? അല്ലല്ല, അത് നമ്മൾ നോക്കേണ്ട കാര്യമുണ്ടോ? 5ന് നയാ പൈസ കേന്ദ്രം കൊടുത്തിട്ടില്ല. അതറിയുന്ന കാര്യം മുഖ്യമന്ത്രി പറഞ്ഞു നമ്മൾ നോക്കേണ്ട കാര്യമുണ്ടോ? അത് എന്താ കാരണം? മുഖ്യമന്ത്രിക്കാരാണേ ഇവിടെ നിന്ന് അല്ല ലാഷ്മി. ഇന്ന് സ്റ്റേറ്റ് ഡിസാസ്റ്റർ മാനേജ്മെന്റ് ഫണ്ട് കമ്മിറ്റിയുടെ ആ ഉദ്യോഗസ്ഥൻ തന്നെ പറഞ്ഞിട്ടുണ്ട്. അതേ ആ ബൈറ്റിൽ പറഞ്ഞിട്ടുണ്ട്, ഇനി കേന്ദ്രം ഇതുമായി ബന്ധപ്പെട്ട അസസ്മെന്റ് നടത്തി, ഉദ്യോഗസ്ഥന്മാർ അസസ്മെന്റ് നടത്തി യഥാർത്ഥ നഷ്ടം കണക്കാക്കിയാണ് അവർ കൊടുക്കുന്ന റിപ്പോർട്ട് അനുസരിച്ചാണ് കേന്ദ്രത്തിന് നഷ്ടപരിഹാരം പ്രഖ്യാപിക്കാൻ സാധിക്കുക എന്ന് ഇന്ന് ഇവിടുത്തെ സംസ്ഥാന സർക്കാർ അടിയന്തരമായ ഒരു തുക അനുവദിക്കേണ്ടത് കേന്ദ്രത്തിന്റെ ഉത്തരവാദിത്തമാണ്. ഇത് ഔദാര്യമൊന്നുമല്ലേ? നമ്മൾ ദയാപൂർവ്വം തുക അനുവദിച്ചു കൊടുത്തു. ഇല്ലെന്നേ. അടിയന്തര തുക വയനാട്ടിൽ അനുവദിച്ചിട്ടില്ല. SDRF-ലോട്ട് ഇട്ട തുക അവിടെ കിടക്കും സാർ. അതിന് പരിമിതിയുണ്ട് സാർ. അതിന് പരിമിതി പറഞ്ഞ കാരണം എന്താണ്? ഒരു തകർന്ന വീട്ടിൽ അതിന് ചെലവാക്കാൻ പറ്റുന്ന 1,30,000 രൂപയാ. എന്റെ അഷ്മി, ഒരു ദുരന്തം നടന്നു കഴിഞ്ഞാൽ അതിന് എത്ര മാനങ്ങളുണ്ട്? ആദ്യം നടക്കുന്നത് റെസ്ക്യൂ മിഷനാണ്. ആ റെസ്ക്യൂ മിഷന് വേണ്ട കാര്യങ്ങൾ മുഴുവൻ കേന്ദ്ര സർക്കാർ ചെയ്തിട്ടുണ്ടോ ഇല്ലയോ? ആ റെസ്ക്യൂ മിഷന് ഒരു കേന്ദ്ര സർക്കാർ എന്തൊക്കെ ചെയ്യണോ അത് മുഴുവൻ ചെയ്തിട്ടുണ്ട്. അടുത്ത ഘട്ടമായി സാധാരണഗതിയിൽ വളരെ വൈകി അയക്കുന്ന കേന്ദ്ര സംഘത്തെ 9-ാം തീയതി അയച്ചു എന്നാണ് സ്റ്റേറ്റ് ഡിസാസ്റ്റർ മാനേജ്മെന്റിന്റെ പറയുന്നത്. എടുത്തു കഴിഞ്ഞു. അതിന്റെ റെസ്ക്യൂ ഉണ്ട്, റിലീഫ് ഉണ്ട്, റീഹാബിലിറ്റേഷൻ ഉണ്ട്. അതിന്റെ ബില്ല് വരില്ലേ? ആ റീഹാബിലിറ്റേഷനുമായി ബന്ധപ്പെട്ട് അഷ്മി, ദയവ് ചെയ്ത് നിങ്ങൾ ആർഗ്യുമെന്റ് ജയിക്കാൻ വേണ്ടി ഇതുപോലെയുള്ള വിദണ്ഡവാദങ്ങൾ ഉന്നയിക്കരുത്. അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നേരത്തെ വ്യക്തമാക്കിയിട്ടുള്ളതാണ്. ഇവിടെ ഞാൻ പൂർത്തിയാക്കാൻ സമ്മതിക്കുമെങ്കിൽ ഇവിടെ കേരള പോലീസ് അവിടെ പ്രവർത്തിച്ചിട്ടുണ്ട്, ഫയർഫോഴ്സ് അവിടെ പ്രവർത്തിച്ചിട്ടുണ്ട്, ഇന്ത്യൻ ആർമി അവിടെ പ്രവർത്തിച്ചിട്ടുണ്ട്. ഞാൻ ചോദിക്കട്ടെ, കേരള ഫയർഫോഴ്സ് പ്രവർത്തിച്ചതിന്റെയും കേരള പോലീസ് പ്രവർത്തിച്ചതിന്റെയും ബില്ല് ഏതെങ്കിലും ഒരു ഹെഡിൽ ഉൾപ്പെടുത്തണ്ടേ? കേന്ദ്രം പണം കൊടുക്കും, പക്ഷെ ഏതെങ്കിലും ഹെഡിൽ അവർക്ക് ഉൾപ്പെടുത്തിയല്ലേ പറ്റൂ. അതുപോലെ തന്നെയാണ് ആർമി ആണെങ്കിലും എയർഫോഴ്സ് ആണെങ്കിലും അവർ പ്രവർത്തിച്ചതിന്റെ ബില്ലും സ്വാഭാവികമായിട്ടും ഏതെങ്കിലും ഒരു ഹെഡിൽ ഉൾപ്പെടുത്തണം. അതാണ് ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളിലും ചെയ്യുന്നത്. കേരളത്തിന് മാത്രമായിട്ട് കേന്ദ്ര വിരുദ്ധത പറയാൻ വേണ്ടിയിട്ടും അരിയുടെ പൈസ കൊടുക്കാൻ വൈകിയപ്പോൾ അടുത്ത തവണ SDRF ഫണ്ട് വരുമ്പോൾ പിടിക്കുമെന്ന് പറഞ്ഞു. നമ്മൾ കൊടുക്കേണ്ടി വന്നു. പിടിച്ച് നമുക്ക് തന്ന പ്രളയ സമയത്ത് നമുക്ക് തന്ന അരിയുടെ പണം പിടിച്ചു വാങ്ങിച്ചു കേന്ദ്രം. ഇല്ലെന്ന് പറഞ്ഞ കണക്ക് വേണോ സന്ദീപിന്? ആ പണം കൊടുക്കാമെന്ന് അല്ലല്ല, അധികമായിട്ട് അരി അനുവദിക്കണമെന്നും അത് പണം നൽകാമെന്നും അങ്ങോട്ട് കത്തെഴുതിയതിനു ശേഷമാണ് അരി അനുവദിക്കുന്നത്, അധികമായിട്ട് അരി അനുവദിക്കുന്നത്. മനസ്സിലായോ? അത് ഇവിടുന്ന് ആവശ്യപ്പെട്ടനുസരിച്ചാണ്. ഇവിടുന്ന് സപ്ലൈസ് മന്ത്രി കത്ത് അയച്ചിട്ടുണ്ട്. ആ കത്ത് കള്ളം പറയല്ലേ? നിങ്ങൾക്ക് വായ തോന്നിയത് കോതയ്ക്ക് പാട്ടുന്ന 85,000 ജില്ലുവാൻ വെട്ടിട്ടുണ്ട് അരിക്ക്. ആ കോടികൾ പിടിച്ചുപിടിക്ക് വാടിച്ചു. ഹെലികോപ്റ്റർ ഉപയോഗിച്ച പണത്തിന് പിടിച്ചുപിടിക്ക് പണം മേടിച്ചു. അത് തന്നില്ല എന്നുണ്ടെങ്കിൽ അടുത്ത തവണ SDRF പണം തരുമ്പോൾ പിടിക്കുമെന്ന് പറഞ്ഞ് പേടിപ്പിച്ചു. സംസ്ഥാനം കൊടുത്തതാണ് കണക്ക്. ഇല്ലെന്നൊന്നും പറയല്ലേ. ഞാൻ തിരികെ PK ഫിറോസ് ഇവിടെ ഇപ്പോൾ പ്രതിപക്ഷ കെ സുധാകരൻ്റെ പ്രതികരണം വരുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ ഇത് പെരുപ്പിച്ച കണക്കാണ്, കള്ളക്കണക്കാണ്, സർക്കാർ യഥാർത്ഥ കണക്ക് പുറത്തുവിട്ടില്ലെങ്കിൽ പ്രതിഷേധം തുടങ്ങും കോൺഗ്രസ് എന്ന് പറയുന്നു. ശരി, പക്ഷേ ഞാൻ താങ്കളോട് ആദ്യം ചോദിച്ച കണക്കിന് രണ്ടാമത്തെ ഭാഗത്തിലേക്ക് കൂടി വരണം.
നമ്മൾ ഈ പെരുപ്പിച്ച കണക്ക് കൊടുത്താലും ഈ പറഞ്ഞ ഗൈഡ് ലൈൻ പ്രകാരം കിട്ടേണ്ട എത്രയാണ്? 219. നമുക്ക് അങ്ങോട്ട് വെക്കാൻ പറഞ്ഞ കണക്ക് എത്രയാണ്? 219 കോടി. അതിൽ നിന്ന് എത്ര കുറവാണ് കേന്ദ്രം തരിക? താങ്കൾ വയനാട് പോയ ആളല്ലേ? ഇനി 219 കോടി തന്നെ കേന്ദ്രം തരിക എന്ന് വെക്കുക. 219 കോടിയാണോ വയനാട് നഷ്ടം? അശ്മി, രണ്ട് കാര്യം. ഒന്ന്, ഇവിടെ നേരത്തെ പറഞ്ഞല്ലോ ഈ സംസ്കരിക്കാനുള്ള ഭൂമിയുടെ പൈസ ആര് കൊടുക്കും എന്നുള്ളത്. അതോടെ പറഞ്ഞിട്ട് ഞാൻ അശ്മിയുടെ ചോദ്യത്തിലേക്ക് വരാം. ഇപ്പോ സർക്കാർ തീരുമാനിച്ചിരുന്നത് ബത്തേരിയിലും അതുപോലെ തന്നെ കൽപ്പറ്റയിലും മാനന്തവാടിയിലും ഒക്കെ ഈ സംസ്കാര ചടങ്ങുകൾ നടത്തണം എന്നായിരുന്നു. അതിനുവേണ്ടി സ്ഥലം കണ്ടെത്തിയെന്നായിരുന്നു അവർ പറഞ്ഞിരുന്നത്. പക്ഷെ അവിടെ ദുരന്തബാധിത പ്രദേശങ്ങളിലെ ജനങ്ങൾ പറഞ്ഞു, ഞങ്ങൾക്ക് അവിടെ അന്ത്യകർമ്മങ്ങളും അതുപോലെ തന്നെ അതിനുശേഷമുള്ള പ്രാർത്ഥനയ്ക്കും മറ്റും വിവിധ സ്ഥലങ്ങളിൽ പോകാൻ ബുദ്ധിമുട്ടാകുമെന്ന് മനസ്സിലാക്കിയിട്ട് ഞങ്ങൾ മുസ്ലിം ലീഗ് മുൻകൈ എടുത്തിട്ടാണ് ആരിസൺ എസ്റ്റേറ്റുമായി സംസാരിച്ച്, അന്ന് ഞാനടക്കം ആ യോഗത്തിൽ പങ്കെടുത്താണ്, അവിടുത്തെ ബത്തേരി MLA അടക്കമുള്ള ആളുകൾ പങ്കെടുത്ത യോഗത്തിൽ ഞാനടക്കം പങ്കെടുത്തിട്ടാണ് അന്ന് ആരിസൺ എസ്റ്റേറ്റുമായി സംസാരിച്ച് അവർ സൗജന്യമായി ഭൂമി കൊടുക്കാന്ന് പറഞ്ഞ ആ ഭൂമിയിൽ ഈ സംസ്കാര പ്രവർത്തനങ്ങൾ നടത്തുന്നത്. അതുകൊണ്ട് ഭൂമിക്ക് പണം കൊടുക്കേണ്ടി വരും എന്ന് പറയുന്നത് അടിസ്ഥാനരഹിതമാണ്. ഇവർ ഓരോ കാര്യത്തിലും ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇത്തരത്തിലാണ്. ഈ രണ്ടാമത്തെ കാര്യം, നിങ്ങൾ പറഞ്ഞ ചോദ്യത്തിലേക്ക് വരാം. ഇപ്പൊ കേന്ദ്ര സർക്കാരിൽ നിന്ന് പണം വാങ്ങിയെടുക്കണം എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. അതിനുവേണ്ടി വളരെ നേരത്തെ തന്നെ പ്രതിപക്ഷ നേതാവ് പറഞ്ഞിരുന്നു, കേരളത്തിന്റെ മുഖ്യമന്ത്രിയുമായി കേന്ദ്രത്തിൽ നിന്ന് പണം വാങ്ങിയെടുക്കാൻ ഏത് നിലക്കുമുള്ള യോജിച്ച പോരാട്ടത്തിന് ഞങ്ങൾ തയ്യാറാണ്. പിന്നെ പൂരം കലക്കി തൃശ്ശൂർ BJP ജയിപ്പിച്ച പണിയൊന്നും കേന്ദ്രത്തിൽ നിന്ന് ഈ പണം വാങ്ങിയെടുക്കാനില്ലല്ലോ. അതിനേക്കാൾ എത്രയോ എളുപ്പത്തിൽ വാങ്ങിയെടുക്കാവുന്ന തുകയാണല്ലോ ഈ കേന്ദ്ര സർക്കാരിന് കിട്ടാനുള്ള ഈ പണം വാങ്ങിയെടുക്കാന്നുള്ളത്. അപ്പൊ പൂരം കലക്കി പോലും BJP സഹായിക്കുന്നവർക്ക് അത് വളരെ എളുപ്പത്തിൽ സാധിക്കുന്നതാണ് ബഹുമാനപ്പെട്ട അനിൽകുമാറിനെ എനിക്ക് ഓർമ്മപ്പെടുത്താനുള്ളത്. ഞങ്ങൾ യാഥാർത്ഥ്യങ്ങൾ പറയുമ്പോൾ നരേന്ദ്രമോദിക്ക് വേണ്ടി തുള്ളുന്നു എന്നൊക്കെ പറഞ്ഞ് ആക്ഷേപിക്കുന്നതിന് പകരമായി നിങ്ങൾ ഈ പൂരം കലക്കുന്ന പണിയൊക്കെ നിർത്തിയിട്ട് വാങ്ങിയെടുക്കാനുള്ള പണം കേന്ദ്രത്തിൽ നിന്ന് വാങ്ങിയെടുക്കുക, അതിന് പ്രതിപക്ഷത്തെ ഒപ്പം കൂട്ടുക, ആ പണിയാണ് നിങ്ങൾ ചെയ്യേണ്ടത് എന്ന് വളരെ വിനയത്തോടെ ഓർമ്മപ്പെടുത്താം. പെട്ടെന്ന് ശാൽകുമാർക്ക് മറുപടിക്ക് എത്തും, സന്ദീപിലേക്ക് എത്തും, ഫഹദിലേക്ക് എത്താൻ ആഗ്രഹമുണ്ട്. ഫഹദ്, നമ്മുടെ സമയം ഏതാണ്ട് തീരാൻ പോകുന്നു. താങ്കളൊക്കെ എഴുതാൻ വരാൻ കഴിഞ്ഞുള്ളൂ. ഇപ്പോഴും ആളുകൾ കൺഫ്യൂസ്ഡ് ആണ് ഫഹദ്. ആ കൺഫ്യൂഷൻ മാറ്റാൻ പറ്റുന്നുണ്ടോ നിങ്ങൾക്ക് ഔദ്യോഗികമായി? ഹാഷ്മി, നമ്മളൊരു സത്യാനന്തര കാലത്താണ് ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇന്ന് ഈ തർക്കങ്ങൾക്കിടയിൽ സംഭവിക്കുന്ന വസ്തുതാവിരുദ്ധമായി പ്രചരിക്കുന്ന കാര്യങ്ങൾ കേരളമുള്ള കാലത്തോളം അവശേഷിക്കും. നമ്മളെത്ര വസ്തുത പറഞ്ഞാലും ആളുകളിലേക്ക് എത്താതിരിക്കുകയും ചെയ്യും. മുഖ്യമന്ത്രി മാറും, മന്ത്രിമാർ മാറും, പാർട്ടികൾ മാറും, നമ്മൾ ഉദ്യോഗസ്ഥർ മാറും, എല്ലാം മാറും. അവശേഷിക്കാൻ പോകുന്നത് നമ്മുടെ നാടാണ്. ഈ നാട്ടിൽ ഇനിയും ദുരന്തങ്ങൾ വരും. ഈ ദുരന്തങ്ങൾ വരുന്ന സമയത്ത് നമുക്ക് ഒരുമിച്ച് നിന്ന് അതിനെ അതിജീവിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് ദയവായി എനിക്ക് ഈ കാര്യത്തിൽ വിശദീകരണം നൽകാൻ എന്നെ അനുവദിക്കണം. ഞാൻ വളരെ സെൻസിറ്റീവ് വിഷയമായതുകൊണ്ടാണ് ഇതിൻ്റെ പിന്നിൽ അപ്ലൈ ചെയ്യുന്ന ലോജിക്ക് നേരത്തെ സംസാരിക്കാതെ വിട്ടത്. യഥാർത്ഥത്തിൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. ഈ മെമ്മോറാണ്ടം കൊടുക്കുമ്പോൾ നിങ്ങൾ ആ മെമ്മോറാണ്ടത്തിൽ തന്നെ വായിച്ചു 128 മനുഷ്യരുടെ അപ്പോഴും മിസ്സിംഗ് ആണ്. ഈ 128 മനുഷ്യരെ ചിലപ്പോൾ നമുക്ക് കിട്ടുന്നത് 500-600 ബോഡി പാർട്സ് ആയിട്ടായിരിക്കും. ഈ ബോഡി പാർട്സ് നമുക്ക് നിലമ്പൂരോ മറ്റെവിടെയെങ്കിലും ആയിരിക്കും കിട്ടുന്നുണ്ടാവുക. അത് ഈ മറവ് ചെയ്യേണ്ട സ്ഥലത്തേക്ക് നമ്മൾ ട്രാൻസ്പോർട്ട് ചെയ്യേണ്ടി വന്നേക്കാം. അതുപോലെ ഈ ബോഡി പാർട്സ് നമുക്ക് മറവ് ചെയ്യേണ്ടി വന്നേക്കാം. അതിനു വേണ്ടി 500-600 കുഴികൾ നമുക്ക് എടുക്കേണ്ടി വന്നേക്കാം. അപ്പോൾ നമ്മൾ കൂടുതൽ സ്ഥലം അക്വയർ ചെയ്യേണ്ടി വന്നേക്കാം. ഈ സ്ഥലത്ത് അതിരുകെട്ടി സംരക്ഷിക്കേണ്ടി വന്നേക്കാം. ഇത്തരത്തിലുള്ള സാധ്യതകളുണ്ട്. ഇത്തരം സാധ്യതകളെ മുൻകൂട്ടി കണ്ടുകൊണ്ടാണ് ആ ഘട്ടത്തിൽ ഈ ബോഡി ഒന്നും ഒരിക്കലും കിട്ടില്ല എന്ന് വിചാരിച്ചുകൊണ്ട് നമുക്ക് ചെയ്യാൻ പറ്റത്തില്ലല്ലോ. ഈ ബോഡി കിട്ടാൻ സാധ്യതയുള്ളത് ഇങ്ങനെയാണ്. അപ്പോൾ അതുകൊണ്ട് അതിനെ മറവ് ചെയ്യാൻ വേണ്ടി ഈ തരത്തിലുള്ള ചെലവുകൾ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് നമ്മൾ അന്ന് മെമ്മോറാണ്ടം തയ്യാറാക്കണം. അല്ലെങ്കിൽ നാളെ നിങ്ങൾ തന്നെ തിരിച്ചു ചോദിക്കും, നിങ്ങൾ ഈ മണ്ടന്മാരാണോ അത് ചെയ്തുകൊണ്ടിരുന്നത്, ഈ ആളുകളെ കിട്ടാനുണ്ട് എന്നുള്ള കാര്യം നിങ്ങൾക്ക് അറിയില്ലായിരുന്നു എന്ന് ചോദിക്കും. ഇതുപോലെ ഓരോ കാര്യത്തിനും ലോജിക്കുണ്ട്. ഓരോ കാര്യം ഒന്നും പെരുപ്പിച്ച കണക്കുകളല്ല. നിങ്ങളും ആശ്മിയും ഒരിക്കലും ഇതിനെ പെരുപ്പിച്ച കണക്കെന്ന് പറയുന്നത്. കാരണം അങ്ങനെ പറയുമ്പോൾ നമ്മൾ കേന്ദ്രത്തോട് ചോദിച്ച് നമുക്ക് അനർഹമായ എന്തോ ആണെന്നാണ് വരുത്തി തീർക്കപ്പെടുക. നമ്മൾ 1200 കോടിയോളം രൂപയുടെ നഷ്ടമാണ് അവിടെ കണക്കാക്കിയിട്ടുള്ളത്. ആക്ച്വലി നമുക്ക് അവിടെയുള്ള നഷ്ടം. പക്ഷെ നമ്മുടെ മാനദണ്ഡങ്ങൾക്കനുസരിച്ച് നമുക്ക് ചോദിക്കാൻ പറ്റുന്ന പരമാവധി തുക അത് വെറുതെ പെരുപ്പിച്ച കണക്കുകൾ വെച്ച് ചോദിച്ചതല്ല. അവിടെ കൃത്യമായി ഓരോന്നിന് പിറകിലും ലോജിക്കുണ്ട്. ഈ കാര്യങ്ങളിലെല്ലാം ഇപ്പോൾ അവിടെ ജീപ്പ് കുറച്ചുകൂടി ലെജിബിളായ ലോജിക്ക് ജനത്തോട് പറഞ്ഞ് മനസ്സിലാക്കാൻ കഴിയണം സർക്കാർ സംവിധാനങ്ങൾക്കെന്ന് ഒരു പരിഭവം എനിക്കുണ്ട്. ഞാൻ എത്താം, അപ്പോൾ അതിന് സമയം കഴിയാണ്. സോ സന്ദീപ് പറഞ്ഞുകൊണ്ടിരുന്നപ്പോഴാണ് ബ്രേക്ക് പോയത്. പറഞ്ഞോ. അല്ല, ഞാനിപ്പോൾ ഇദ്ദേഹത്തിന് മറുപടി കൊടുക്കാൻ പോകുന്നില്ല. എന്തുകൊണ്ടാണ് ഈ സംസ്ഥാന സർക്കാരിനെ ജനങ്ങൾ വിശ്വസിക്കാത്തത്? ഓരോ ദുരന്ത സമയവും ജനങ്ങളെ പറ്റിക്കാനും പണം തട്ടിപ്പിനും വേണ്ടി ഉപയോഗിച്ചുകൊണ്ടാണ്. വാങ്ങിയിട്ടുള്ള PPE കിറ്റിൻ്റെ പേരിൽ വലിയ തോതിൽ ആക്ഷേപം ഉണ്ടായല്ലോ, വലിയ തോതിൽ പണം വർദ്ധിപ്പിച്ച് വാങ്ങിയെന്നുള്ളത്. സ്പ്രിംഗ്ലർ നമുക്കറിയാലോ, രണ്ടാമത്തെ ഉദാഹരണമാണ്. ഓരോ പ്രളയ ദുരിതാശ്വാസവുമായി ബന്ധപ്പെട്ട് എത്രയോ കേസുകളെടുത്തു തട്ടിപ്പ് നടത്തിയതിൻ്റെ, CPM നേതാക്കന്മാരെ തട്ടിപ്പ് നടത്തിയതിൻ്റെ. അപ്പോൾ ഒട്ടേറെ ഈ ദുരന്തങ്ങൾ മുഴുവൻ പണം തട്ടിക്കാനും നാട്ടുകാരെ പണം പറ്റിക്കാനുമുള്ള ഉപാധിയാക്കി പിണറായി വിജയൻ്റെ സർക്കാർ മാറ്റിയതുകൊണ്ട് ജനങ്ങൾ ഇവരെ വിശ്വസിക്കുന്നില്ല എന്നുള്ളത് ഒന്നാമത്തെ കാര്യം. രണ്ട്, ഇതുപോലെയുള്ള പെരുപ്പിച്ച കണക്കുകൾ കൊടുക്കുക. ഇതിപ്പോൾ ഇദ്ദേഹം പറഞ്ഞതിന് മുഴുവൻ മറുപടി ഇല്ലാത്തതുകൊണ്ടല്ല, ഈ പെരുപ്പിച്ച
കൊടുത്തു സംസ്ഥാന സർക്കാരിനെ ചോദ്യം സാങ്കേതിക ചെയ്യപ്പെടുക. പ്രശ്നം. വളരെ ഷാർപ്പ്, അതായത് 12 കോടി രൂപ ഈ ഇവാക്യുവേഷന് വേണ്ടി ചെലവാക്കി എന്നൊക്കെ പറയുമ്പോൾ ഇത് ബുദ്ധിയും ബോധമുള്ള ആളുകളില്ലേ ഹാഷ്മി? എത്ര വണ്ടികൾ അവിടുന്ന് എത്ര പേരെ മാറ്റിയിട്ടുണ്ട്? എങ്ങനെയാണ് ഈ ഇത്രയും വലിയ തുക ഇവാക്യുവേഷന് വേണ്ടി ഇവർ ചെലവാക്കിയത്? എങ്ങോട്ട് ഇനി ഭാവിയിൽ ആരെ ഇവാക്യുവേറ്റ് ചെയ്യാനുള്ളത്? നിങ്ങൾ മൃതദേഹത്തിന്റെ കാര്യം പറഞ്ഞു, നിലമ്പൂരിൽ നാളെ കൊണ്ടുവരേണ്ട പറഞ്ഞു. ഇനി ഇവാക്യുവേറ്റ് ചെയ്യാൻ ഇവിടെ ആളുകൾ ഉണ്ടായിരുന്നു? മുഴുവൻ ആളുകൾ അവിടുന്ന് പോയപ്പോൾ നിങ്ങളുടെ കണക്കുണ്ടായിരുന്ന സമയത്ത് നിങ്ങൾ എങ്ങനെയാണ് ഈ 12 കോടി രൂപയ്ക്ക് ഇവാക്യുവേഷന് വേണ്ടി ശരൽകുമാർ ഇത് ആക്ച്വൽ കണക്ക് പുറത്തു കൊണ്ടുവന്ന് പ്രതിപക്ഷം ആവശ്യപ്പെടുന്നുണ്ട് എന്ന് പറഞ്ഞാൽ ഇതുവരെ സർക്കാരിന്റെ പക്കൽ നിന്നും SDRF ൽ നിന്നും ചെലവായ തുക എത്രയാണെന്ന് പുറത്തു കൊണ്ടുവന്ന് പ്രതിപക്ഷം ആവശ്യപ്പെടുന്നുണ്ട്. ഞാൻ പറഞ്ഞത് പ്രതിപക്ഷം അങ്ങനെ ആരോപണം ഉന്നയിക്കുമ്പോൾ ആ യഥാർത്ഥ കണക്ക് കൂടി പുറത്തേക്ക് വെക്കാൻ സർക്കാർ ബാധ്യസ്ഥമാണോ ശരൽകുമാർ? ഒന്ന്, ഈ PM കെയർ ട്രസ്റ്റിൽ പ്രധാനമന്ത്രി അമിത്ഷായുടെ കൊള്ള നടത്തുന്ന പോലെ ഒരു കൊള്ളയും ഈ കേരളത്തിൽ ആരും നടത്തുന്നില്ല. നിങ്ങൾക്ക് ഏത് കണക്കും കിട്ടും. CMDRFൽ ഏത് കണക്കും തരാം, ഏത് കണക്കും നിയമാനുസരണം കിട്ടും. പിന്നെ PPE കിറ്റ് അഴിമതിക്ക് 1000 കോടി രൂപയ്ക്ക് കർണാടകത്തിലെ BJP സർക്കാരാണ് പ്രതിസ്ഥാനത്ത് നിൽക്കുന്നത്, ഞങ്ങളാരുമല്ല. നമുക്കതൊക്കെ പിന്നെ ചർച്ച ചെയ്യാം. ഇവിടെ ഇപ്പോൾ പറഞ്ഞല്ലോ കേന്ദ്ര സർക്കാരിന് എത്ര രൂപ തരാൻ പറ്റും. ഒരു നിവേദനം അങ്ങോട്ട് കൊടുത്തു. നിവേദനത്തിൽ നിങ്ങളുടെ ഒരു തുക പറഞ്ഞിരിക്കുന്നു. നമ്മുടെ രാജ്യത്ത് നിയതമായ ചട്ടങ്ങളുണ്ട്. ആ ചട്ടപ്രകാരം CMDRFൽ എത്ര രൂപ ഇങ്ങോട്ട് തരാം, അങ്ങോട്ടും ഇങ്ങോട്ടും ഉദ്യോഗസ്ഥന്മാർ തലത്തിൽ ചർച്ച നടക്കും. ആ ചർച്ച നടത്തി തുകയിലേക്ക് എത്തണ്ടേ? എത്തിയോ? എന്താ നിങ്ങൾ എത്താൻ തയ്യാറാകാത്തത്? നിങ്ങൾ ആന്ധ്രയ്ക്കും നമുക്ക് തെലുങ്കാനയ്ക്കും കൊടുത്ത 3448 കോടി എന്ന് പറയുന്നത് 32 പേര് മരിച്ചപ്പോൾ 3448 കോടി. ഒരു മരണത്തിന് 10 ഇരട്ടിയാണ് കൊടുക്കുന്നത്. 32 ഗുണം 100 വരുമ്പോഴാണ് 3448 കോടി. എന്റെ സമയം കഴിഞ്ഞു. അതിൽ വ്യക്തത വരുത്തണമെങ്കിൽ സർക്കാർ വ്യക്തത വരുത്തട്ടെ. പക്ഷേ ഏതെങ്കിലും തരത്തിലുള്ള ഒരു വിവാദത്തിന്റെ പേരിൽ നമ്മുടെ വയനാടിന് ഏതെങ്കിലും തരത്തിൽ കിട്ടാനുള്ള 10 പൈസ അതില്ലാതായിക്കൂടാ. അത് നമുക്ക് നിർബന്ധമാണ്. ഏതെങ്കിലും ഒരു വിവാദത്തിന്റെ പേരിൽ, ഏതെങ്കിലും ഒരു അവ്യക്തതയുടെ പേരിൽ, ഏതെങ്കിലും ഒരു വാർത്തയുടെ പേരിൽ ദുരിതം അനുഭവിക്കുന്ന മനുഷ്യർക്ക് കേന്ദ്രത്തിൽ നിന്ന് ഇതുവരെ കിട്ടുന്നില്ല എന്നാണ് പരാതി. അത് കിട്ടാൻ കാത്തുനിൽപ്പുണ്ടെങ്കിൽ അതിനൊരു വിലങ്ങുതടിയായിക്കൂടാ എന്നത് മാത്രമാണ് നമ്മുടെ ഏറ്റവും മിനിമം താല്പര്യം. ചർച്ചയിൽ പങ്കെടുത്ത എല്ലാവർക്കും നന്ദി.